ഒരാൾക്കൊരു പെണ്ണിനെ കൊടുക്കാം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടാക്കിയാണ് പുരുഷന്മാരെയാണ് കല്യാണം കഴിപ്പിച്ചിട്ടുള്ളത്, സ്ത്രീകളെ അല്ലെന്ന് ഓർക്കണം. ഇനി വേറൊരാളുമായിട്ട് പറ്റത്തില്ല എന്ന് പറയുന്ന കരാറിൽ എഴുതി എബ്രഹാം കൊച്ചിനെ കുരുതി കൊടുക്കാൻ പോയപ്പോ കേസെടുത്തോ ആരെങ്കിലും? ഫെർട്ടിലിറ്റി റൈറ്റ്സ് എന്ന് പറയുന്ന സാധനത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് ആർത്തവരക്തമായിരുന്നു. അത് പവിത്രമായിരുന്നു. അകത്തുനിന്ന് പുറത്തോട്ട് നോക്കുകയും മുകളിലിരുന്ന് നോക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഫുൾ പ്രൂഫ് സിസ്റ്റമാണത്. നമ്മൾ പലപ്പോഴും ഈ വികസിച്ച സമൂഹങ്ങളിൽ ഇരിക്കുമ്പോൾ അതാണ് ലോകം എന്ന് തെറ്റിദ്ധരിച്ചു. Hello, hi, welcome to my podcast. So I hope everyone knows him. മൈത്രേയൻ, വെൽക്കം ടു ദ ഷോ. എൻ്റെ പേര് മാർട്ടിൻ. ഞാൻ മൈത്രേയൻ്റെ ഒരുപാടധികം വീഡിയോസ് കാണുന്ന ഒരാളാണ്. അതുപോലെ തന്നെ മൈത്രേയൻ്റെ ചിന്താഗതികളിലൂടെ സഞ്ചരിക്കുകയും അതുപോലെ തന്നെ മലയാളികൾക്ക് വന്ന മാറ്റമാണ് എന്നെ ഏറ്റവും അധികം ഇന്നത്തെ ഈ ഒരു പോഡ്കാസ്റ്റ് ചെയ്യാനായിട്ട് തന്നെ പ്രചോദനം, മോട്ടിവേഷൻ എല്ലാം. കാരണം ജനറലി വാട്ട് ഐ ഹാവ് സീൻ ഇസ് മൈത്രേയനെ മലയാളികൾ കണ്ടുകൊണ്ടിരുന്ന ഒരു രീതിയുണ്ട്. ലൈക്ക് അതായത് മൈത്രേയൻ പറയുന്നു, എന്തൊക്കെയോ പറയുന്നു, അതിന് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ അയാൾക്ക് തോന്നിയത് വിളിച്ചു പറയുന്നു, അയാളുടെ യുക്തിക്ക് അനുസരിച്ച് ഓരോന്നും പറയുന്നു, അതിന് നമ്മൾ കേൾക്കേണ്ട കാര്യമില്ലെന്നുള്ളതായിരുന്നു ജനറലി മലയാളികളുടെ ഒരു ആറ്റിറ്റ്യൂഡ്, അറ്റ്ലീസ്റ്റ് ഇൻ കമന്റ് ബോക്സ്. അല്ലാതെ ആൾക്കാർ എനിക്കറിയില്ല. നമ്മൾ സംസാരിക്കുന്നവരും ജനറലി കമന്റ് ബോക്സിലുള്ളവരുടെ ഒരു ജനറൽ നോഷൻ അതായിരുന്നു. എന്നാൽ ഞാനിപ്പോൾ ശ്രദ്ധിച്ച ഒരു കാര്യം, കഴിഞ്ഞ ഈ അടുത്തുണ്ടായ ഇന്റർവ്യൂസിലും കാര്യങ്ങളിലും ആൾക്കാരിൽ ആ ഒരു തോട്ട് മാറിയിട്ടുണ്ട്. ദാറ്റ് ഇസ് ബിഗ് തിങ്. And hands off to you, like you have done it because you didn't you knew what you were telling about and you stick to that always. And അതുകൊണ്ട് തന്നെ ആ ഒരു ചേഞ്ച് is very evident. So I want to be a part of it as well. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പോഡ്കാസ്റ്റ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത്. സോ സ്റ്റാർട്ടിങ് ഓഫ്, എനിക്ക് അറിയേണ്ടത് ഫസ്റ്റ് തന്നെ മൈത്രേയൻ എന്ന് തൊട്ടാണ്, ലൈക്ക് ഐ മീൻ വാട്ട് വാസ് യുവർ ടേണിംഗ് പോയിന്റ് ഇൻ യുവർ സ്പിരിച്വൽ ജേർണി ഓർ ഇൻ ജനറൽ, ലൈക്ക് തോട്ട് പ്രോസസ്, എല്ലാ കാര്യത്തിലും ഒരു ടേണിംഗ് പോയിന്റ് എന്തായിരുന്നു? വ്യക്തി എന്നുള്ള നിലവാരത്തിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു അധ്യാപകൻ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ആലോചിച്ച അടുത്ത ആഴ്ച, അപ്പൊ ഞങ്ങൾക്ക് ഒരു വെള്ളിയാഴ്ച ഒരു പീരീഡ് ഉണ്ട്, ഇതുപോലെയൊക്കെ സംസാരിക്കുകയും ആളുകളുടെ ആർട്ട് ഒക്കെ ചെയ്യുന്ന, അതിന് മീറ്റിംഗ് എന്നായിരുന്നു വിളിക്കുന്നത്. അടുത്ത മീറ്റിങ്ങിന് ഇതിനെപ്പറ്റി ആലോചിച്ച് പറയണമെന്ന് പറഞ്ഞു. അതുവരെ മറ്റെല്ലാ മനുഷ്യരെ ഞാനൊരു കുട്ടി, ഞാൻ അങ്ങനെ അതിനെപ്പറ്റി ഒന്നും ആലോചിച്ചിട്ടേ ഇല്ല. അങ്ങനത്തെ പഠിക്കും വായിക്കും എന്നുള്ളതല്ലാതെ ഒരു റിഫ്ലക്റ്റീവ് ആയിട്ട് ചിന്തിച്ചിട്ടില്ല. അന്നാണ് ആദ്യമായിട്ട് ഞാൻ പോയിരുന്ന് ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഇതെല്ലാം ഉണ്ടാക്കിയ ഒരു ദൈവത്തിനെ പറ്റിയാണ്. ആ ദൈവം എന്ന് പറയുന്നത് എല്ലാം അറിവുള്ള ദൈവം, ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ പറയാറുള്ളത്. അപ്പൊ അത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ആലോചിക്കുന്നതാണെന്ന് മറക്കരുത്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കും, എന്റെ മുന്നിൽ ആദ്യം വരുന്നത് ഈ കൊതുകിനെ എന്തിനാ ഉണ്ടാക്കിയെന്നുള്ളതാണ് ഞാൻ ആലോചിച്ചു. അപ്പൊ എത്ര ആലോചിച്ചിട്ട് അപ്പൊ നമ്മൾ മനുഷ്യരായിട്ടിരുന്നാണല്ലോ ചിന്തിക്കും. അപ്പൊ ഉപദ്രവിക്കുന്നതിന് വേണ്ടി ഒരു കൊതു പശുവിനെ കുത്തുന്ന കാണാം, കിളികളെ കുത്തുന്ന കാണാം. അപ്പൊ നമ്മളിങ്ങനെ ഈ കൊതുകിനെ എന്തിനുണ്ടാക്കി, അപ്പൊ അതിന് ലോജിക്ക് കണ്ടുപിടിക്കാൻ പറ്റി. ഒരു തരത്തിലും യുക്തിയില്ല. അപ്പൊ അത് കാരണം കൊണ്ട് ഞാനതൊക്കെ ആലോചിച്ചിട്ട് സ്കൂളിൽ പോയി പറഞ്ഞ്, ഇങ്ങനെ ദൈവമാണ് ഇതെല്ലാം ഉണ്ടാക്കിയെങ്കില് ഒരു വിവരവും ഇല്ലാത്തൊരു ദൈവമാണ്, ഇതാണ് ഞാൻ പറഞ്ഞു. അപ്പൊ അത് ഞാനിങ്ങനെ അതിന് കാരണമായിട്ട് കൊതുവിനെ പറഞ്ഞു. അപ്പോ ഈ അധ്യാപകൻ ഇങ്ങനെ പറഞ്ഞ്, ആ ചിന്ത കൊള്ളാം, ചിന്തിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആ ഒരു ഭാഗത്തേക്ക് അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയത്. അന്ന് തൊട്ട് ഞാൻ പക്ഷേ ഇത് വായിക്കുകയും പഠിക്കുകയും എന്ത് ചെയ്താലും ഈ ഒരു തോട്ട് പ്രോസസ്സിനകത്ത് ചിന്തിക്കാൻ തുടങ്ങി. അപ്പൊ ഞാനിങ്ങനെ കണ്ട്, സാധാരണഗതിയില് ഒരാള് ചെയ്ത ആദ്യത്തെ പ്രവൃത്തിയാണ് നമ്മൾ വെക്കുക ദൈവത്തിന്റെ കാര്യത്തിൽ ഫസ്റ്റ് കുറച്ച് തെറ്റൊക്കെ പറ്റാവുള്ളൂ. പക്ഷെ ഏറ്റവും വലിയ തമാശയായിട്ട് ഞാൻ കണ്ടതെന്ന് പറഞ്ഞാല് ഈ നിരന്തരം ഈ തെറ്റ് ആവർത്തിക്കുന്ന പിന്നെ കാണും. വീണ്ടും വീണ്ടും കൊതുവിനെ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് പഠിക്കാത്ത ദൈവം ആണ്. പിന്നെ നമുക്ക് അങ്ങനെ അനുഭവത്തിൽ നിന്ന് പാഠം പഠിക്കത്തില്ല. ഒരേപോലെ ഇതുപോലെയുള്ള നമ്മൾ അപ്പൊ അങ്ങനെ അങ്ങോട്ട് കാണാൻ തുടങ്ങിയോടെ ഇല്ലോജിക്കലായ ആയിരക്കണക്കിന് കാര്യങ്ങൾ, മറ്റേ അതുവരെയൊക്കെ നമ്മളിങ്ങനെ ഓരോന്നും വളരെ എന്താ ഇവിടെ പടിഞ്ഞാറൻ നാട്ടുകാരന്മാരുടെ ഇന്റലിജന്റ് ഡിസൈനുള്ള ന്യായമൊക്കെ നമുക്ക് അന്ന് തോന്നുമല്ലോ.
അതെ. ഇങ്ങനെ കൃത്യമായിട്ട് ഓരോന്ന് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. പക്ഷെ ചെയ്യുന്നത്. നമ്മൾ സത്യത്തിൽ ക്രിട്ടിക്കലായിട്ട് അതങ്ങോട്ട് കാണാൻ തുടങ്ങുമ്പോഴാണ് ഒന്നൊന്നിനെ ആഹരിക്കുന്ന ജീവിതം എങ്ങനെ കണ്ടുപിടിക്കും. എത്ര ഇത് ഞാൻ കരുണയുള്ള ആളാണെന്നോ സ്നേഹമുള്ള ആളാണെന്ന് പറഞ്ഞാൽ ഒന്നിനെ തിന്നുന്ന തരത്തിൽ ലോകത്തിനെ ആരെങ്കിലും ഡിസൈൻ ചെയ്യും? ഇവരുള്ള ഒരുത്തം ചെയ്യാനൊക്കത്തില്ല. അപ്പൊ അതൊക്കെ ഞാനിങ്ങനെ ഒരു പ്രീ ഡിഗ്രി BA-ക്കൊക്കെ ആയപ്പോ തന്നെ അങ്ങ് ബോധ്യമായി. അപ്പൊ ഓക്കെ. അതുകൊണ്ട് അത്തരത്തിലുള്ള ആ ദൈവത്തിനെ പറ്റിയുള്ള ആ ചിന്തകളിൽ നിന്ന് ഈ ലോകം എങ്ങനെ ഇങ്ങനെ രൂപപ്പെട്ടു എന്ന് പറയുന്ന തരത്തിലുള്ള വിഷയങ്ങളിലേക്കുള്ള വായനയും പഠനവും കൂടുതൽ വരികയും ചെയ്തു. അതായിരുന്നു ഞാനൊരു ടേണിംഗ് പോയിന്റ് എന്നുള്ള ടേണിംഗ് നിലവാരത്തിൽ സ്റ്റാർട്ടിങ് അതാണ് എടുത്തായിരുന്നു. എനിക്ക് അറിയേണ്ടത് ആക്ച്വലി. കാരണം ഗുരുകുലത്തിൽ പോയ കാര്യങ്ങളും ബാക്കി എല്ലാ കാര്യങ്ങളും ഞാനും ഇങ്ങനെ കേട്ടായിരുന്നു. പക്ഷെ ഐ വാസ് ഓൾവേസ് ആ ഇങ്ങനെ അറിയേണ്ടത് എവിടെ നിന്നാണ് ആ ഒരു തോട്ട്. കാരണം ഞാൻ എന്റെ കാര്യം പറയാം. ഇപ്പൊ ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി അതിന്റെ ഇടയിൽ. ഈ ആ 9ാം ക്ലാസ്സിൽ ഇത് ആ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായെന്ന് പറഞ്ഞല്ലോ. ആ സമയത്ത് ആ മൈത്രേന്റെ ഒരു റിലീജിയസ് ബിലീഫ് എങ്ങനെയായിരുന്നു? ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. വീട്ടിലല്ല അച്ഛൻ ഒരു വിളക്ക് കത്തിക്കുന്ന കാണാം. ആഹാ. അത് അച്ഛന്റെ ഒരു പണിയായിട്ടുള്ള അല്ലാതെ അതിനപ്പുറത്തോട്ടൊന്നും നമ്മള് അതിനകത്ത് അല്ലാതെ ചെയ്തിട്ടില്ല. പിന്നെ റിലീജിയസ് കാര്യങ്ങൾ പറഞ്ഞു തരാനും ആ ആരും ആ ഉണ്ടായിരുന്നില്ല. അല്ല വീട്ടിനകത്ത് അപ്പം ഒരു വർഷം കുറച്ച് പ്രാർത്ഥനയൊക്കെ നടത്തി കണ്ടിട്ടുണ്ട്. ഓക്കെ. ആ, ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ആഹാ. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആ, ഏതോ ഒരു സന്യാസിനി അവിടെ ചെന്ന് ആരാണ്ട് ഒരു ബന്ധുക്കാരിയായിരുന്നു, അച്ഛന്റെ സഹോദരിയായിരുന്നോട് പറഞ്ഞ് ഇങ്ങനെ വീടുകളിലൊന്നും പ്രാർത്ഥനയൊന്നും ഇല്ല, അത് കാരണം കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിനകത്തൊക്കെ വലിയ വിഷമങ്ങളൊക്കെ വരും. നല്ല ഓക്കെ. സ്വത്തുള്ള വീട്ടിലുള്ള പാർട്ടികളാണ്. മനസ്സിലായി. ഒരു പ്രശ്നം ആർക്കും ഇല്ലായിരുന്നു. പക്ഷെ ആഹാ. ഇവരിതിങ്ങനെ പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്യിച്ച് നിങ്ങളുടെയൊക്കെ ജീവിതത്തിലെ വിഷമങ്ങളൊക്കെ ഈ ഇതില്ല, അതുകൊണ്ട് എല്ലാ വീട്ടിലും ഒരു പൂജാമുറിയൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് ഉഹും. ആ ഒരു വർഷം മാത്രം അതിങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. പോലെ ഉണ്ടായി. ഓക്കെ. ഒരു വർഷം. ആ ഒരു വർഷമൊക്കെ ആയപ്പോഴത്തേനെ എനിക്ക് തോന്നുന്നു എല്ലാവരും ഇതിലൊരു ഒരു പകുതി വിശ്വാസവും ഇല്ലായ്മ സ്കൂളിലൊക്കെ പഠിക്കുന്നവരും വായിക്കുന്നവരും ഒക്കെയാണ് എല്ലാ വീട്ടിലും ഉള്ളത്. ഓക്കെ. ഓക്കെ. അതൊക്കെ കൊണ്ട് ശക്തമായ ഒരു വിശ്വാസമൊന്നും രൂപപ്പെട്ടതായിട്ട് കണ്ടില്ല. ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പതുക്കെ 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 ഈ പൂജാമുറി അങ്ങ് അപ്രത്യക്ഷമായി. അപ്പൊ അങ്ങനെ അതൊക്കെ അങ്ങനെ അങ്ങ് തീർന്നു പോയി. പിന്നെ ഞാൻ ഈ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ലോകത്തിനകത്ത് ഏറ്റവും കൂടുതൽ എന്നെ ആ ലെവലിൽ ഒന്ന് മാറി ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിച്ചത് ഈ BA-ക്ക് പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു എടുത്തിരുന്നത്. അതിനകത്ത് റസലിന്റെ ലേഖനങ്ങൾ വാറിനെതിരായിട്ട് എഴുതിയിരിക്കുന്നത്, വേൾഡ് ഗവൺമെന്റ് ഉണ്ടാക്കേണ്ട ആവശ്യം, ഓക്കെ. ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ എഴുതുകയും ചാൾസ് ലാംബ്, GK ചെസ്റ്റർട്ടൺ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇതുപോലുള്ള ഏരിയകളിലുള്ള കുറേ കാര്യങ്ങൾ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തായിരുന്നു. ഉഹും. അതെന്നെ വല്ലാതെ തൊട്ട് സ്വാധീനിച്ചു. ഈ സമയത്തൊക്കെ ഈ ആദ്യമായിട്ട് ചന്ദനിലെ അവരിറങ്ങുകയും ഉവ്വ. അതിന്റെയൊക്കെ അപ്പൊ എന്റെ വീട്ടിനകത്ത് അമേരിക്കയിൽ നിന്നൊരു പെൻ ഫ്രണ്ട് അമ്മയ്ക്കുണ്ടായിരുന്നു. അവര് അവിടുത്തെ സകല മാസികയും അമേരിക്കൻ മാഗസിൻസ് സത്യത്തിൽ എന്നെ ഈ ഗ്രാമത്തിൽ ജീവിക്കുമ്പോൾ ഡിഫറെന്റ് ആക്കിയ ഒരു അത് ഞാൻ ഇരുന്ന് ഓക്കെ. ആലോചിച്ച് മനസ്സിലാക്കിയതാ. എന്ന് പറഞ്ഞാല് വാഷിങ്ടൺ പോസ്റ്റ്, ലൈഫ്, അവിടുത്തെ അമേരിക്കൻ റീഡേഴ്സ് ഡൈജസ്റ്റ്, ലേഡീസ് ഹോം ജേർണല്, നാഷണൽ ജിയോഗ്രഫിക്ക്, കേപ്പേഴ്സ് വീക്കിലി, ഇങ്ങനെയുള്ള അമേരിക്കൻ പ്രസിദ്ധീകരണങ്ങൾ മുഴുവനും ഇവരിങ്ങനെ കപ്പലിൽ കൂടെ അയച്ച് ഓക്കെ. ഇത് വായിച്ചാണ് സത്യത്തിൽ ഞാൻ വളരുന്നത്. അപ്പം ഓ. ശരിക്കും പറഞ്ഞ ഗ്രാമത്തിനകത്ത് ഒരു അമേരിക്കൻ ബോധത്തിലാണ് വളരുന്നത്. വെസ്റ്റേൺ അപ്പൊ ഈ ചിന്താഗതിയായിരുന്നു. സയൻസിന്റെ അത് അതുപോലെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വായിക്കുന്ന കാരണം കൊണ്ട് വീട് നിറച്ച് പുസ്തകമുണ്ട്. വീട്ടിലെല്ലാ എല്ലാ ശരിക്കും പറഞ്ഞ വിക്ടർ ഹ്യൂഗോയും ചാൾസ് ഡിക്കൻസും ഷേക്സ്പിയറും ബെർണാഡ് ഷേ എല്ലാം വീടിനകത്ത് തന്നെ ഉണ്ട്. ആ ഉഹും. പുസ്തകങ്ങളെല്ലാം ഞാൻ ഈ ലിറ്ററേച്ചർ വായിക്കുക എന്ന് പറയുന്നത് ഇപ്പം കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് ഷേക്സ്പിയറുടെ മുഴുവൻ നാടകവും വായിച്ചിട്ടുണ്ട്. ഓക്കെ. 150, എനിക്ക് 150-നടുത്തെങ്ങാണ്ട് നാടകമുണ്ട് ബെർണാഡ് ഷായുടെ, അതെല്ലാം വായിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ വായിക്കുക എന്ന് പറയുന്നത് അമ്മ നല്ലോണം വായിക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ അത് ഉഹും. കാരണം കൊണ്ട് അമ്മ ഇങ്ങനെ വായിച്ച് തോൽപ്പിക്കാനായിട്ട് അമ്മ വായിച്ചിട്ടില്ലാത്ത പുസ്തകം വായിക്കുക എന്ന് പറയുന്നൊക്കെ ഒരു ഓക്കെ. രീതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്ത് വായനയുടെ ലോകം വളരെ വലുതായിരുന്നു. പക്ഷെ അതേ ഓക്കെ. സമയത്ത് ഞാൻ ജീവിക്കുന്നത് ചെരുപ്പ് പോലും ഇടാത്ത ഒരാളാണ്. ആളാണ്. പക്ഷെ നമ്മുടെ മരത്തേലും ചിന്താഗതി കയറി എല്ലാം എപ്പോഴും ഒരു എന്താ പറയാ, നമ്മൾ കുറച്ചുകൂടി പ്രോഗ്രസീവ് ആയിട്ട് ചിന്തിക്കാനും അതൊക്കെ ആ പുസ്തകങ്ങൾ. നമ്മുടെ ഈ പക്ഷെ അപ്പോഴല്ല. ആന്തരികമായ ലോകം ഉഹും. ആന്തരികമായ ലോകം മുഴുവനും
ഈ സയൻസും ഇതും അതെ. എല്ലാം ഞാൻ ഈ എന്താണ് UFA പറ്റിയാണ് ഞാൻ പ്രീ ഡിഗ്രിക്ക് ആദ്യമായിട്ട് ലേഖനം എഴുതുന്നത്. ഓ, അപ്പൊ എന്റെ അത് അധ്യാപകനാണെങ്കിൽ അന്ന് അന്ന് കേട്ടിട്ടേ ആ ഇല്ല. കാലത്തല്ലേ? അത് ഒരു അയാള് ഒരുപാട് വർഷം UFO മുമ്പ്. എന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാനാണെങ്കിൽ ആ സ്പീൽബർഗിന്റെ സിനിമയ്ക്കകത്ത് വന്ന എല്ലാ ഇൻസിഡന്റും അതിനു മുമ്പ് കഥകളായിട്ട് ആ രാജ്യത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന. ഓക്കെ. അപ്പൊ അതെല്ലാം ഞാനിങ്ങനെ വായിക്കുന്നു. എനിക്ക് ആ കഥ അതിനകത്ത് വന്ന എല്ലാ കഥയും അതിനു മുമ്പ് എനിക്കറിയാവുന്നതാണ്. അത് നടന്ന സംഭവം പോലെ ആയിരുന്നു എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യം UFA പറ്റി എഴുതുമ്പോൾ ഈ അധ്യാപകൻ ഇത് വായിച്ചിട്ട് അയക്ക് ഇത് എന്താണെന്ന് തന്നെ മനസ്സിലാകുന്നില്ല. അപ്പൊ ഓക്കെ. ഞാനീ ഭയങ്കര എന്റെ ഒരു ഒരു എന്താ പറയണ്ടേ, ഈ ഏറ്റവും താല്പര്യമുള്ള കാര്യമായിട്ട് എഴുതി കൊണ്ടുപോയി കൊടുത്ത. അപ്പൊ അയാൾ ഇങ്ങനെ വായിച്ചിട്ട് അവസാനം പറഞ്ഞു, ഗ്രാമറൊക്കെ കൊള്ളാം, ഗ്രാമർ തെറ്റൊന്നുമില്ല, വേറെ വല്ലതും എഴുതി തരാം. എനിക്കിത് മനസ്സിലായില്ല. അറിയാനേ ചിന്തിക്കുന്നതിനില്ല. അയാളൊരു ഒന്നാമത് ഈ ഇംഗ്ലീഷ് സാഹിത്യം പഠിച്ചിട്ടുള്ള ആളാണ്. അയാൾ ഇതൊന്നും അയാൾ കേട്ടിട്ടേ കൂടി. ഇല്ല. ഒന്നുമില്ലേ ജൂൾസ് വേണോ H. വെൽസോ എല്ലാം വായിച്ചിരുന്നെങ്കിൽ അത്രയെങ്കിലും അയാൾക്ക് അത് അയാൾ വായിച്ചിട്ടില്ല. ഉം. അപ്പൊ അതിന്റെ ഒരു കണക്ഷനും ഇല്ല. അപ്പൊ UFO എന്ന് പറയുന്ന ഐഡിയ തന്നെ അയാൾക്ക് മനസ്സിലാകുന്നില്ല. അതെ, അപ്പൊ മനസ്സിലായി. ഞാനാണെന്നുണ്ടെങ്കിൽ ആകാശത്ത് അസ്ട്രോണമിയിൽ ഇങ്ങനെ ആ നക്ഷത്രത്തിനകത്ത് നോക്കിയിരിക്കുന്ന ആളും. അപ്പൊ ഈ ഈ അമേരിക്കക്കാരി അയച്ചു തന്ന ഒരു ബൈനോക്കുലർ ഉണ്ട്. ഓക്കെ. അപ്പൊ അതും പിടിച്ച് ഞാൻ ഈ ആകാശത്ത് നോക്കി ഇരിക്കുമ്പോ ഞാൻ വിചാരിക്കും ഞാനായിരിക്കും ആദ്യമായിട്ട് ഈ ഏലിയൻസിനെ കാണാൻ പോകുന്നതെന്ന് കാണാൻ പോകും. വിചാരിച്ചിട്ട് അങ്ങനെ ആകാശത്തായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞ അങ്ങനെ. അങ്ങനെ ഒരു അതെ. BA പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ലോകം ആന്തരികമായി ഈ ഞാൻ വളരെ ഡിഫറെന്റ് ആയ ഒരു സ്ഥലത്തായിരുന്നു. എന്റെ തന്നെ ക്ലാസ്സിലൊക്കെ ഉള്ള കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവർക്ക് അറിഞ്ഞുകൂടാത്തതായ ഒത്തിരി കാര്യങ്ങൾ ഞാൻ അങ്ങ് പറഞ്ഞു പോകും. ഉം. ഈ റീഡേഴ്സ് ഡൈജസ്റ്റിലാണ് ഞാൻ ആദ്യമായിട്ട് ഈ പ്ലേറ്റ് ടെക്ടോണിക് വായിച്ച്. 66-ലോ 67-ലോ ആയിട്ടാണ് ഓക്കെ. കട്ടിച്ച് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഭൂമി ഇങ്ങനെ പൊട്ടി ഇങ്ങനെ ടെക്ടോണിക് അത് ഞാൻ അന്ന് അത് അംഗീകാരം ആയിട്ടില്ല. പക്ഷെ ഓക്കെ. ആദ്യത്തെ ഒരു തിയറി പോലെ. ലേഖനമാണെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ ഇരുന്ന സമയത്താണ്. പക്ഷെ അതൊക്കെ നമ്മൾ ഈ ചിന്തിക്കുന്നതും ആലോചിക്കുന്നതും ഒക്കെ വേറെ ലോകം അങ്ങ് രൂപപ്പെട്ടു. ഉം. ഒപ്പമാണ് എറിക് വോൺ ഡാനിക്കിൻ എന്ന് പറയുന്ന ജർമ്മൻകാരന് ഒരു 71-ലോ 72-ലോ മറ്റോ ആണ് ചാരിയറ്റ്സ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയായിരുന്നു. ഓക്കെ. അത് ഞാൻ ഇങ്ങനെ വായിച്ച് ഷോക്കായി പോയി. കാരണം ഈ ഏലിയൻസ് എല്ലാം വരുന്ന അവരാണ് നമ്മൾ പഴയ കാലത്തെ ദേവന്മാർ മുഴുവനും. ഏലിയൻസ് എല്ലാം നമ്മൾ ഇന്ന് പറയുന്ന ഈജിപ്തിലുള്ള ഇതൊക്കെ ഉണ്ടാകുന്ന മുഴുവനും ആ തിയറി അല്ലേ ഏലിയൻസ് വന്ന് ഉവ്വ. ആ. മനുഷ്യ അത് ആദ്യമായിട്ട് ഉണ്ടാക്കി അതിന്റെ ആ തോട്ട് ഉണ്ടാക്കി അതിന്റെ ഇതെല്ലാം ഞാൻ ആ 72 തന്നെ വായിക്കുന്നത്. അത് വായിക്കുന്നതിനോടൊപ്പം തന്നെയാണ് ഈ സൈലന്റ് സ്പ്രിംഗ് വായിച്ചത്. സൈലൻസ്. സൈലന്റ് സ്പ്രിംഗ് എന്ന് പറഞ്ഞിട്ട് റേച്ചൽ കാഴ്സൺ എഴുതിയിട്ടുള്ള ഇക്കോളജിയുടെ ആദ്യത്തെ പുസ്തകമാണ്. ഓക്കെ. അത് 66-ലോ 62-ലോ ആ സമയത്ത് അവർ എഴുതിയത്. ഞാനത് 72-ല് ഞാനും വായിക്കുന്നുണ്ട്. ഓക്കെ. അത് ഇതുപോലെ ഭയങ്കരമായിട്ട് അമേരിക്കയിലുള്ള ആൾക്കാർ മുഴുവനും DDTയുടെ ഞാൻ അവിടുത്തെ സ്ത്രീകൾക്കൊക്കെ DDT പാലിലെല്ലാം DDT ഉണ്ട്. അതുപോലെ ഈ കുട്ടികളെല്ലാം ബ്രെയിൻ ഡെവലപ്മെന്റ് എല്ലാം പോകും. അപ്പൊ അവരന്ന് പ്രവചിച്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ അമേരിക്കയിൽ നിന്ന് ആള് കാണത്തില്ലായിരുന്നു. ആ. പക്ഷെ അങ്ങനെയൊന്നും അല്ല സംഭവിച്ചെന്നുള്ള കാര്യം. അതേ സമയത്ത് ഇക്കോളജിയെ പറ്റി ഒരു വലിയ ഇൻസൈറ്റ്ഫുൾ ആയ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഓക്കെ. സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന ഈ ബട്ടർഫ്ലൈ ഇല്ല, കിളികളില്ല. കാരണം നമ്മൾ ഇൻസെക്ടിസൈഡ്സ് ഒക്കെ ഉപയോഗിക്കുന്നത് കാരണം കൊണ്ട് ലിറ്ററലി അത്തരത്തിലുള്ള ഒരു സൈലൻസ് സാധനങ്ങളൊന്നും സ്പ്രിംഗ് ആണ്. ഉണ്ടായിട്ട്. അതാ സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന ഭയങ്കര ഒരു പുസ്തകമാണ്. അതാ ഇന്ന് നമ്മളെ ബ- അതൊരു ക്ലാസിക്കാ. അത് ഓക്കെ. എഴുതുന്ന രീതിയുണ്ട്, നല്ല സൗന്ദര്യമുള്ള ഒരു പുസ്തകമാണ്. ഓക്കെ. അതിനോടൊപ്പം തന്നെ ഞാൻ ഈ ദ ഡിസ്ട്രക്ഷൻ ഓഫ് അമേരിക്ക കൾച്ചർ ആൻഡ് അഗ്രികൾച്ചർ വൈസ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമാണ്. അത് വീണ്ടും ഈ ഇക്കോളജിയെ പറ്റിയുള്ള ഒരു പുസ്തകം. അത് ഭയങ്കര അതും ഇതുപോലെ നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്നതാണ്. കൃഷി ഭയങ്കര ഡിസാസ്ട്രസ് ആണെന്നുള്ള കാര്യമൊക്കെ പഠിക്കുന്നത് അങ്ങനെയാണ്. ഓക്കെ. മനുഷ്യൻ കണ്ടുപിടിച്ചതിൽ ഏറ്റവും ഡിസാസ്ട്രസ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയേക്കാളും വലുതാണ്. കാരണം സകല മരങ്ങളും വെട്ടിത്തെളിച്ച് ചുട്ട് ആണ് കൃഷി തുടങ്ങിയതെന്നും. അപ്പൊ അത് നമ്മൾ അതുവരെ ആലോചിക്കാത്ത ഒരു കാര്യമല്ലേ അതെ. അങ്ങനത്തെ ഒരു ഡിഫറെന്റ് ആയിരുന്നു. അപ്പൊ ഇതുപോലുള്ള അറിവുകൾ പിന്നെ ഈ നാഷണൽ ജിയോഗ്രഫിക്ക് 58 തൊട്ട് ഞാൻ കാണുന്നുണ്ട്. അപ്പൊ അത് വായിക്കുക എടുക്കുക അതിന്റെ ആദ്യമൊക്കെ പടം നോക്കുന്നതാണ്. അന്ന് എനിക്ക് 8 വയസ്സൊക്കെ ഉണ്ട്. ആ സമയത്താണ് ഇത് കാണാൻ തുടങ്ങുന്നത്. ഒരു 10-15 വയസ്സായപ്പോ വായിക്കാൻ ഉള്ള അറിവുണ്ടായി. ആ സമയം തൊട്ട് അപ്പൊ ഈ പോളാർ ബെയറും ഈ അതുപോലുള്ള
എനിക്ക് ഈ ജിയോഗ്രഫി അങ്ങ് ബോധ്യമായി പോകുന്നതും അസ്ട്രോണമി അതിനകത്ത്, അതുപോലെ തന്നെ സ്പേസിനെ പറ്റി, ലൈറ്റിനെ പറ്റിയുള്ള കൺസെപ്റ്റ്സ്, സ്പേസ് ടൈമിനെ പറ്റിയുള്ള കൺസെപ്റ്റ്സ്, ഇതെല്ലാം ഞാൻ ആ തരത്തിലുള്ള പക്ഷെ അന്നൊരു ഇതിനകത്തൂടെ വായിക്കുന്നത്. ഫിസിക്സിനോടൊന്നും ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു പാഷൻ തോന്നിയില്ല ഇപ്പൊ BA ചേർന്ന സമയത്ത്? അത് ഞാൻ സയൻസ് ആണ് ഞാൻ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നെങ്കിലും ആഹാ. ഈ എന്റെ ചേട്ടന്മാര് ചേച്ചിയും ഒക്കെ ഈ സയൻസ് പഠിക്കുന്നവരായിരുന്നു. ഓക്കെ. എന്നിട്ട് അവര് പറയുക അധ്യാപകര് ഈ ലാബിലിട്ട് വിഷമിപ്പിക്കും, റെക്കോർഡ് വരയ്ക്കുമ്പോ എടുത്ത് എറിയും എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞിട്ട് ഞാൻ അപ്പൊ എനിക്ക് അധ്യാപകരെന്നെ ഭരിക്കുന്നത് എനിക്ക് ഒരു തരത്തിലും ഒരു ഈ പറഞ്ഞ 9ാം ക്ലാസ് കഴിഞ്ഞപ്പോ തൊട്ട് ഞാൻ അവരുമായിട്ട് ചേരാതായി. അത് കാരണം കൊണ്ട് ഈ അധ്യാപകരുടെ പിടിയില്ലാത്തടത്ത് എവിടെങ്കിലും ഇരുന്ന് പഠിക്കുക എന്ന് പറയുന്ന സാധനത്തിൽ എത്തിയിട്ടാണ് ഞാൻ ഈ ആർട്സിൽ എത്തിയത്. ഓക്കെ. ഓക്കെ. സത്യത്തിൽ ഞാൻ സയൻസ് ആണ് വായിക്കുന്നത് മുഴുവനും, അതിനകത്താണ് ജീവിക്കുന്നത്, ഞാൻ അങ്ങ് ആകാശത്താണ് ജീവിച്ചിരുന്നത്. എന്നിട്ടും ഞാൻ ആ സയൻസ് എടുക്കാതെ പോയത് ഈ ഒരു പേടി, അധ്യാപക പേടി കൊണ്ടാണ് ഞാനത് എടുക്കാതായി പോയത്. അല്ലായിരുന്നെങ്കിൽ സത്യത്തിൽ അതാ എടുത്തിരുന്നെങ്കിൽ ഞാൻ വല്ല സയൻസ് ഒക്കെ പഠിച്ചു പോയേനെ. അതെ അതെ, ഒരു സയന്റിസ്റ്റ് ആയി കുറച്ച് റിസർച്ച് പേപ്പേഴ്സ് ഒക്കെ ചെയ്യാനായിട്ടുള്ള സത്യത്തിൽ ഞാൻ ലെവലിലെത്താനുള്ള. സയന്റിസ്റ്റ് ആയി പോയേനെ. അതെ അതെ. സയന്റിസ്റ്റ് അങ്ങനെ അല്ലാതായി പോയത് ഈ അധ്യാപകരുടെ ഐറണി ആയിപ്പോയി. പഠന രീതി കൊണ്ട്. റെക്കോർഡ് എടുത്ത് എറിയും എന്നാണ് എന്റെ ചേച്ചി അത് പറയുന്നത്. അവരെടുത്ത് ഒരൊറ്റ ഏറാണ് വരച്ചോണ്ട് ചെന്നാലെന്നത്. അപ്പൊ ഞാൻ തീരുമാനിച്ചത് ഞാനത് എന്തായാലും ഈ അധ്യാപകർ ഇല്ലാതെ പഠിക്കാൻ പറ്റുന്ന എന്താണെന്ന് നോക്കിയാണ്. പരീക്ഷ എഴുതി കൊടുത്താൽ മാർക്ക് ഇടുന്ന പ്രശ്നമേ ഉള്ളല്ലോ. അപ്പൊ അങ്ങനെയാണ് ഈ ആർട്സ് എടുത്തത്. റീഡിംഗ് ഹാബിറ്റ്സ് ഒക്കെ പക്ഷെ ഉള്ളവർക്ക് ആർട്സിൽ ലിറ്ററേച്ചർ ഏറ്റവും എളുപ്പമായിരിക്കും. അതുവഴിയാണ് ലിറ്ററേച്ചർ ഒക്കെ പഠിച്ചത്. പക്ഷെ ഈ സയൻസ് വായിക്കുമായിരുന്നു. പക്ഷെ ഒരു മെത്തോഡിക്കലായിട്ട് സയൻസ് പഠിക്കാതിരിക്കുന്നതിന്റെ ഒരു പ്രശ്നം സത്യത്തിലുണ്ട്. അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് എനിക്ക് അറിയുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ ഓക്കെ. 10ാം ക്ലാസ് വെച്ച് മാത്തമാറ്റിക്സ് പോയി. അത് കാരണം കൊണ്ട് നമുക്ക് ഇതൊരു ഇക്വേഷൻ വായിച്ച് മനസ്സിലാക്കാൻ എടുക്കാനും കഴിയില്ല. അബ്സ്ട്രാക്ട് ആയിട്ട് നമ്മുടെ ഒരു തോട്ട് പ്രോസസ് അബ്സ്ട്രാക്ട് ആയിട്ട് എഴുതാനായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. രണ്ടും രണ്ടാണ്, ഇതൊക്കെ കാരണം ഒരു എല്ലാം പ്രശ്നമാണ്. തോട്ട് പ്രോസസ്സിൽ നിന്നാണല്ലോ ഇക്വേഷൻസ് എല്ലാം ഉണ്ടാവുന്നത്. സോ അത് അതെ. എനിവേ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മറന്നുപോയി. ലൈക്ക് ഹീസ് മൈ ഫ്രണ്ട് റോഷൻ. റോഷൻ ബാംഗ്ലൂർ വർക്ക് ഹായ്. ചെയ്യാണ്, ഇപ്പൊ കൊച്ചിയിലുണ്ട് ആള്. ഹലോ. അതെ. അതെ ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത്. അതെ അതെ. ഹലോ. ഞാന് ശരി, ഇവിടെ കാക്കനാട് ഇരിപ്പുണ്ട്. ആണോ? ഓ, ഞാൻ ആക്ച്വലി അല്ല, ഞാൻ പണ്ട് എന്റെ കഥ പറയുകയാണെങ്കിൽ ഞാൻ ആക്ച്വലി ഒരു 9th 10th തൊട്ടാണ് കുറച്ചിങ്ങനെ ഏത്തീസും ആന്റി എസ്റ്റാബ്ലിഷ്മെന്റ് ഒക്കെ തുടങ്ങിയത് ഏകദേശം. അപ്പൊ നമ്മളത് എന്റെ അടുത്ത് യൂട്യൂബ് ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് 12th കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇന്റർനെറ്റ് വന്നത്. ഐ മീൻ യൂസ് ചെയ്യാൻ കിട്ടിയത് യൂട്യൂബ് ഒക്കെ. ആ, പിന്നെ ഞാൻ കുറെ റിസർച്ച് ചെയ്തു, കുറെ വീഡിയോസ് കണ്ടു. അപ്പൊ ആ സമയത്ത് ഐ തിങ്ക് സെക്കൻഡ് ഇയർ ഓഫ് കോളേജിൽ എങ്ങാണ്ടാണ് ഞാൻ സാറിന്റെ ഒരു വീഡിയോ കാണുന്നത്. അപ്പം അപ്പം ആ സമയത്ത് ഈ സ്പേസിൽ വീഡിയോസ് വളരെ കുറവായിരുന്നു. ഇപ്പം കുറെ ആ. വരുന്നുണ്ടെങ്കിലും ആ സമയത്ത് വളരെ കുറവാണ്. അപ്പം സാറ് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. സാറിന് അറിയത്തില്ല, ഐ ഡോ നോ വാട്ട് യു വാണ്ട് മൈത്രേനെ മീ ടു വിളിച്ചാൽ കോൾ യു. മതി. അപ്പൊ മൈത്രേനായിരുന്നു. ഐ മീൻ വാസ് എ വെരി ഗുഡ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഫോർ മീ ടു എൻറ്റർ ഇൻ ടു ദ സ്പേസ്. അപ്പം എന്താ, ഓക്കെ. പിന്നെ കൂടുതൽ പഠിച്ചു, മൊറാലിറ്റീനെ പറ്റി പഠിക്കുന്നു, ഫിലോസഫി വായിക്കുന്നു. അപ്പൊ അതൊക്കെയാണ് എന്റെ നോർമൽ ഹോബീസ്. നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തോളൂ റോഷ. അതായത് ഞാൻ ജസ്റ്റ് മൈത്രേനോട് ഒരു ടേണിംഗ് പോയിന്റ് ചോദിക്കുമായിരുന്നു, എന്താണ് നമ്മളെ ആ ഒരു ലൈക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ടേണിംഗ് പോയിന്റ് ഉണ്ടല്ലോ. അപ്പൊ നീ പറഞ്ഞ പോലെ തന്നെ 9th 10th സ്റ്റാർട്ട് ചെയ്ത പോലെ തന്നെ മൈത്രേന് സിമിലർ സ്റ്റോറി ഉണ്ടായിരുന്നു. ഹി ഓൾസോ സ്റ്റാർട്ടഡ് വെൻ ഹി വാസ് ഇൻ 9th കേട്ടോ സ്റ്റാൻഡേർഡ്. കേട്ടു കേട്ടു. ഓക്കെ. അപ്പോ യെസ്, എനിക്ക് തോന്നുന്നു റോഷൻ ഹാസ് സംതിങ് ടു ആസ്ക്. അപ്പം എനിക്ക് ഫസ്റ്റ് സംഭവം എന്ന് പറയുമ്പം എന്താ, അപ്പം ഞാൻ മറ്റേ ഈ അടുത്തുള്ള ഇന്റർവ്യൂകൾ കണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഇങ്ങനെ നന്മയുടെയും തിന്മയുടെയും പറ്റിയ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കറിയണമെന്ന് പറഞ്ഞാൽ മൈത്രേന്റെ കാഴ്ചപ്പാടില് എന്താണ് നന്മയും തിന്മയും എന്നാണ് എനിക്ക് അറിയാനുള്ളത്. കാരണം ആ ഇനീഷ്യൽ അസംഷനിൽ നമുക്ക് മുമ്പോട്ട് പോകാലോ. ഫസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് യുവർ തോട്ട് പ്രോസസ് ആൻഡ് ദെൻ വി കൻ ഗോ പാസ് ദാറ്റ്. ഈ നന്മ തിന്മ കറുപ്പ് വെളുപ്പ് ഇതൊക്കെ ബൈനറീസ് ആണ്. അതൊരു പഴയ ഫിലോസോഫിക്കലായിട്ട് ലോകത്തിനെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്നുള്ള മനുഷ്യരുടെ ഒരു അറിവുണ്ടാകുന്നുണ്ട്. അവർ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണിത് എന്ന് കാണുന്നു. അങ്ങനെയാണ് കർമ്മ സിദ്ധാന്തം ഒക്കെ ലോകത്തുണ്ടാകുന്നത്. അപ്പൊ അതിനകത്തൂടാണ്. അപ്പൊ അതിനെ തരംതിരിക്കാൻ മനുഷ്യർ തുടങ്ങുന്നത് മനുഷ്യർക്ക് അനുകൂലമായത് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നൊരു പ്രയോഗത്തിലാണ് അവർ മനുഷ്യരെ കാണുന്നത്. നമ്മൾ എന്ന ആരെയാണോ അവരെ അർത്ഥമാക്കുന്നത് ആ ഗ്രൂപ്പിന് അനുകൂലമായതിനെ നന്മയും പ്രതികൂലമാകുന്നതിനെ തിന്മയും ആയിട്ടാണ് കണ്ടിരുന്നത്.
അപ്പൊ ആ ഓക്കെ. നന്മ തിന്മകള്, അപ്പൊ അത് വ്യക്തിഗതമായി നന്മയെ പുണ്യമായി, ഉം, അതിനെ പാപമായും കാണുകയും അത്തരത്തിലുള്ള തോട്ട് പ്രോസസ്സിനകത്താണ് ലോകത്തിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് അവര് തിരിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും പിന്നെ പറഞ്ഞത്. അപ്പൊ ഒരു നിയമം ഉണ്ടാക്കുന്ന സമയത്ത് ആ നിയമം ഉണ്ടാക്കുന്ന നിമിഷം തൊട്ട് തെറ്റും ശരിയും ഉണ്ടാവും. ഉം. അതുവരെ ഒരു പ്രവൃത്തി മാത്രമാണ്. പക്ഷെ അത് ഈ നിയമപ്രകാരം ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ, അല്ലെങ്കിൽ അപ്പൊ തൊട്ട് തെറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ തെറ്റും ശരിയും ഓക്കെ. ഉണ്ടാകുന്നത് രണ്ടുപേര് തമ്മിൽ കരാറുണ്ടാക്കുന്നത് പോലെ, ഒരു കൂട്ടം ആൾക്കാർ ചേർന്നിരുന്ന ഒരു കരാറുണ്ടാക്കുമ്പോഴാണ്, അതിനെയാണ് നമ്മൾ നിയമം എന്ന് പറയുന്നത്. അപ്പൊ ഉം. നമ്മളെല്ലാം ജനിക്കുമ്പോഴത്തേനും നിയമത്തിനകത്ത് ജനിച്ചു പോകും. നേരത്തെ തീരുമാനിക്കപ്പെട്ടത് കാരണം കൊണ്ട് തെറ്റും ശരിയും ഒക്കെ അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് പുത്തൻ വാല്യൂസ് വരുമ്പോഴാണ് ഇത് മുഴുവനും കൂടെ അങ്ങനെയാണ് ന്യൂ ടെസ്റ്റമെന്റ് ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഓൾഡ് ടെസ്റ്റമെന്റിന് പകരം ന്യൂ ടെസ്റ്റമെന്റ് യേശുക്രിസ്തു എന്ന് പറയുന്ന സമയത്ത് നിയമം മാറ്റുക ചെയ്യുന്നത്. പുതിയ ഉം. നിയമം എന്നല്ലേ നമ്മൾ പറയുന്നത്. അതെ, അതെ. അപ്പം ആ നിലവാരത്തിലെ കരാറുകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത്, കവനൻ, നമ്മൾ ഒന്നിച്ച് ഇരുന്നിട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന ആ നിമിഷം തൊട്ട് തെറ്റ് ശരിയുണ്ടാവും. അപ്പൊ നന്മയും തിന്മയും എന്ന് പറയുന്നത് ഈ നമ്മൾ എന്ന ആരെയാണോ ഐഡന്റിഫൈ ചെയ്യുന്നത്, അതൊരു വ്യക്തി തൊട്ട് ഒരു ഗ്രൂപ്പ് വരെ ഉള്ളവരെ, അവർക്ക് അനുകൂലമായതിനെ നന്മയെന്നും അവരുടെ ജീവിതത്തിന് പ്രതികൂലമായതിനെ തിന്മയെന്ന് കാണും. എങ്ങനെയായിരുന്നു കണ്ടിരുന്നത്. ഇന്ന് നമ്മൾക്ക് ഇതിന് ഗ്രേഡ് ഒക്കെ ഉണ്ടെന്നും ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടല്ല ഈ ലോകം നിൽക്കുന്നതെന്നും വിബ്ജിയോർ പോലെയാണെന്നൊക്കെ ഇന്ന് നമ്മൾ അറിയുന്നത്. കാരണം കൊണ്ട് ഒരു ഗ്രേ ഏരിയ, ഈ കറുപ്പിനും വെളുവിനും നടുവിലുണ്ട്, ഗ്രേ ഏരിയ ആണ് ഏറ്റവും കൂടുതലെന്നൊക്കെ നമ്മൾ കാണാൻ തുടങ്ങിയപ്പോൾ അന്നത്തെ പോലല്ല ഇന്ന് അത് മനസ്സിലാക്കുന്നത്. കാലികമായി അതുകൊണ്ടാണ് നമുക്ക് സനാതന ധർമ്മം എന്ന് ഇന്ത്യക്കാരൻ പറയുന്നത് പോലെ, എറ്റേണൽ വാല്യൂസ് എന്ന് പറയുന്ന പോലെ അല്ല ലോകം ഇരിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. പണ്ട് കാലത്തെ നന്മതിന്മകളുടെ യുക്തികളിലല്ല ഇന്നുള്ളത്. കാലികമായി നമ്മളെ ഇപ്പൊ നമുക്ക് പ്രയോജനകരമായി നിൽക്കുന്നത് എന്താണ്, അത് തന്നെയാണ് ഈ ആ മേഖലയ്ക്കകത്ത് പ്രയോജനകരമായിരിക്കുന്നു. ആരാണോ ഡിമാർക്കേറ്റ് ചെയ്തിരിക്കുന്നത്, അതൊരു ഉം. വ്യക്തിയാകാം, ഒരു ഗ്രൂപ്പാകാം, ഒരു രാജ്യമാകാം, ഒരു എന്താ പറയണ്ടേ, ലോകം, നമ്മൾ ഭൂമിയെ പറ്റി പറയുമ്പോൾ പോലും നമുക്കത് പറയാൻ പറ്റും. ഇത് നമ്മുടെ നിലനിൽപ്പിന് സഹായകരമാണ്, ഇത് പ്രതികൂലമാണ് എന്ന് പറയുന്ന ഡിവിഷനെയാണ് നമ്മൾ നന്മതിന്മ എന്ന് പറയുന്നത്. ഞാൻ അതിന്ന് അത് ചോദിച്ചോട്ടെ? ഫ്ലൂയിഡാണ്. ഓക്കെ, ഞാൻ ചോദിച്ചു റോഷ. ഓക്കെ, ഈ ചോദിച്ചോ, ജോയ്. നന്മ തിന്മകൾ ആ, ആ സിറ്റുവേഷനെ നമ്മൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ ആ തെറ്റോ ശരിയോ എങ്ങനെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളത് അടിസ്ഥാനത്തിലാണ് തെറ്റും ശരിയും എങ്കിൽ, പക്ഷേ ഇത് നമ്മൾ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളത് ഒരു ഡിബേറ്റബിൾ ചോദ്യമായിട്ട് നിൽക്കുന്ന സമയത്ത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ മോണോഗാമസ് ഗുഡ് ആണോ ബാഡ് ആണോ? പല ആൾക്കാർ പലതും പറയുന്നുണ്ട്. ഇപ്പൊ ഓരോ കാര്യങ്ങൾ വേറെ റിസർച്ച് കൊണ്ടുവരുന്നുണ്ട് ആൾക്കാർ, എന്നിട്ട് പറയുന്നു മോണോഗാമസിൽ കുട്ടികൾ ബെറ്റർ ആയിട്ട് റേസ് ചെയ്യുന്നു, അതുകൊണ്ട് അവർ ബെറ്റർ ഹ്യൂമൻ ബീങ്സ് ആവുന്നു, അതുകൊണ്ട് അവർ നല്ല ലൈഫ് ലീഡ് ചെയ്യുന്നു എന്നുള്ളത്. പക്ഷെ ചിലർ പറയുന്നു അങ്ങനെയല്ല, മനുഷ്യർ ഏൻഷ്യൻ്റ്ലി ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്നത് പോളിഗാമസ് ആയിട്ടാണ്, അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഒരു മനുഷ്യന് മോണോഗാമസ് ആയിട്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടത്തെ എന്താണ് ഇപ്പൊ ശരിക്കും ഇപ്പൊ ഞാൻ പോളിഗാമസ് ആയിട്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മോണോഗാമസ് സൊസൈറ്റിയിലുള്ളവർക്ക് ഞാനൊരു തെറ്റുകാരനാണ്. അതേപോലെ തന്നെ പോളിഗാമസ്, അപ്പൊ അത് ഓരോരുത്തരുടെ തെറ്റിലും ശരിയാണ്, അതല്ലെന്നല്ല. പക്ഷെ ഇവിടെ ഇത് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു നമ്മുടെ ആ സൊസൈറ്റീനെ എന്നുള്ളത് നമുക്ക് ഡിബേറ്റബിൾ അല്ല. കാരണം ഇപ്പൊ ഇവർ മോണോഗാമസ് ആയിട്ടുള്ളവർ പറയുന്ന വാദം എന്ന് പറയുന്നത് എന്താണ്, ഒരു കുട്ടീനെ ഒരു അച്ഛനും അമ്മയും തന്നെ നോക്കി വളർത്തിയാൽ മാത്രമേ അവർ നല്ലൊരു സിറ്റിസൺ ആവുള്ളൂ എന്നാണ്. പക്ഷെ അതും ഡിബേറ്റബിൾ ആണല്ലോ. ലൈക്ക് അതും 100% ശരിയല്ല. കാരണം അങ്ങനെയാണെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെയും കരുതലിലൂടെ വരുന്ന എല്ലാ പിള്ളേരും നന്നായി വരണമായിരുന്നു. പക്ഷെ അതല്ലല്ലോ സംഭവിക്കുന്നത്. അപ്പോ അവിടെയും ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് വരുമ്പോൾ ഇത് പിന്നെയും ഗ്രേ ഏരിയയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ? അല്ല, ഗ്രേ ഏരിയ ആണ് ലോകത്തിന്റെ യാഥാർത്ഥ്യം എന്നാ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ, പിന്നെ ഇയാൾ ഈ സൊസൈറ്റി എന്ന് പറയുന്നതാണ് നമ്മളെന്ന് പറയുന്നത്. അതെ. നമ്മൾ എന്ന് പറയുന്നതിന് ഒരു ഡിമാർക്കേഷൻ വെച്ചിട്ടാണ് ഈ ശരി തെറ്റുകളെല്ലാം ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത്. ഉഹും. അപ്പൊ അത് അല്ലാതെ ഹ്യൂമൻ സൊസൈറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇതിനൊന്നും ഇല്ല. അങ്ങനെ സാധ്യമല്ലായിരുന്നു. അതെ. മനുഷ്യർ എന്ന് പറയുന്നത് നമ്മളെന്ന് പറയുന്നതിനകത്ത് മാത്രമാണ്.
നമ്മളെന്ന് പറയുന്നവര് വളരെ സ്പെഷ്യൽ ആണെന്ന് അറിയുന്നതായിരുന്നു ഓരോ ഗോത്രവും. അങ്ങനെയാണ് ഓരോ ഗോത്രത്തിനും സ്വന്തമായ ദൈവം ഉണ്ടായി. അങ്ങനെയാണ് കുലദൈവങ്ങൾ ഉണ്ടായത്. ആ കുലദൈവം പറയുന്നത് അനുസരിക്കുന്നത് പറഞ്ഞാൽ അതുകൊണ്ടാണ് മനുഷ്യരെന്ന് പറഞ്ഞിട്ടൊന്നും ആരും ആലോചിച്ചിട്ടൊന്നുമില്ല പണ്ട്. അവര് മനുഷ്യരെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെന്നുള്ള അർത്ഥമേ ഉള്ളൂ. ഉം. ലോകം എന്ന് പറയുമ്പോൾ അവർക്ക് കണ്ണിന് കാണുന്നത്ര ദൂരമാണ് അവരുടെ ലോകം. ആ. ലോകം എന്നുള്ള വാക്കിന്റെ അർത്ഥം പോലും അതാ, കാണുന്നത് എന്നുള്ള അർത്ഥമേ ഉള്ളൂ. ഉം. ലോചനം ചെയ്തത് ലോകം എന്നുള്ള അർത്ഥമാണ്. ലോചനം എന്ന് കാണുന്നത് കാണാൻ പറ്റുന്നു. അങ്ങനെയേ ഉള്ളു. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇന്ന് നമ്മൾ അർത്ഥമാക്കുന്ന ഒന്നും തന്നെയായിട്ട് ഒരു ബന്ധവും ഇല്ലാതെയാണ് ഈ ആൾക്കാർ ഇതെല്ലാം ഡിവൈസ് ചെയ്ത് പറഞ്ഞ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു കൊച്ചു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഗോത്രത്തിന്റെ യുക്തിക്കകത്ത് ജീവിച്ചിരുന്ന ലോകങ്ങളായിരുന്നു. മനുഷ്യൻ തന്നെ നമുക്ക് ഇന്നറിയുന്ന ആന്ത്രോപോളജിക്കലായിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഒരു 3 ലക്ഷം വർഷം മനുഷ്യര് ഈ ആഫ്രിക്കയിൽ തൊട്ടുണ്ട്. ആഫ്രിക്കയിൽ തന്നെ ആയിട്ട് 2.5 ലക്ഷം വർഷം കഴിഞ്ഞിട്ടാണ് നമ്മളൊരു 60,000 വർഷം മുമ്പാണ് നമ്മൾ അതിന് പുറത്തോട്ട് ഇറങ്ങി ഇന്ന് സ്പ്രെഡ് ചെയ്ത് ഈ എല്ലായിടവും എത്തിയിരിക്കുന്നത്. ആ എത്തിയിരിക്കുന്ന മനുഷ്യരുടെ ഓരോ സമയത്തുണ്ടായിരുന്ന ഗ്രൂപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് നമ്മൾ ഈ പറയുന്നത്. ഇപ്പൊ ഇയാൾ മോണോഗാമസ് എന്നൊക്കെ പറയുന്നത് ഈ വളരെ ആധുനികമായ കാലത്തെ ഒരു വാല്യൂ സിസ്റ്റത്തിനെ വെച്ചുകൊണ്ട് പറയുമായിരുന്നു, ചോദിക്കുന്ന ചോദ്യമാണത്. അതെ. അപ്പം മോണോഗാമസ് എന്ന് പറയുന്നതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിനകത്ത് ആണും പെണ്ണും തമ്മിൽ ഒന്നിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയല്ല അത് എൻവിസേജ് ചെയ്തത്. പുരുഷന്മാര് തമ്മിൽ അടിച്ച് ചത്തുപോകും എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും പുരുഷന്മാര് ഇഷ്ടംപോലെ ബീജമുള്ള പുരുഷന്മാര് തമ്മിലടിച്ച് അണ്ടം വളരെ പ്രഷ്യസ് ആയിട്ടിരിക്കുന്ന കാരണം കൊണ്ട് സ്ത്രീകൾക്ക് വേണ്ടി അടിക്കും എന്ന് തമ്മിലടിച്ച് ചാകും. എല്ലാ മാമൽസിനകത്തും അത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അത് കാരണം കൊണ്ട് അതിന്റെ പാറ്റേണിൽ തന്നെയായിരുന്നു മനുഷ്യർ ചെയ്തിരുന്നത്. പണ്ട് കാലത്ത് നമുക്ക് ഇങ്ങനെ പറയത്തില്ല, മണ്ണിനും വേണ്ടി പൊന്നിനും വേണ്ടി അടിക്കുന്നു, മണ്ണും പെണ്ണും എന്നൊക്കെ പറഞ്ഞ പുരുഷ കേന്ദ്രീകൃതമായ ഒരു ലോകവീക്ഷണം കൂടെ രൂപപ്പെട്ട സമയത്തുണ്ടായതാണ് പുരുഷന്മാരെ നിലയ്ക്ക് നിർത്തുക എന്ന് പറയുന്ന രാജാവിന്റെ ആവശ്യം. എന്ന് പറഞ്ഞാൽ 2 പുരുഷന്മാർ തമ്മിൽ അടിച്ചു കത്ത അയാളുടെ പട്ടാളത്തിൽ ചേർക്കേണ്ട ആളിനെ അയാളുടെ ഒരു കൃഷിക്കാരന് നഷ്ടപ്പെട്ടു പോകും. അത് കാരണം കൊണ്ട് ഒരാൾക്കൊരു പെണ്ണിനെ കൊടുക്കാം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടാക്കിയാണ് പുരുഷന്മാരെയാണ് കല്യാണം കഴിപ്പിച്ചിട്ടുള്ളത്, സ്ത്രീകളെ അല്ലെന്ന് ഓർക്കണം. അതുകൊണ്ടാണ് പുരുഷന്മാർ ബാച്ചിലേഴ്സ് പാർട്ടി ആഘോഷിക്കുന്നത്. കാരണം അവർക്ക് ഇപ്പോഴും പ്രശ്നമാണ് ഇനി വേറൊരാളുമായിട്ട് പറ്റത്തില്ല എന്ന് പറയുന്ന കരാറിൽ എഴുതി. ലോകത്ത് ആരെങ്കിലും ഏതെങ്കിലും ഒരു ജീവി കൊച്ചിനെ ഉണ്ടാക്കുന്നതിന് ആർക്കെങ്കിലും കരാറിൽ എഴുതി ഒപ്പിടേണ്ട ആവശ്യമുണ്ടാവും. പക്ഷെ അത് ഈ രാജാക്കന്മാരെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. നിനക്ക് ഞാനൊരു പെണ്ണിനെ തന്നിട്ടുണ്ട്, ഇനി വേറൊരാളായിട്ട് വഴക്കുണ്ടാക്കരുത് എന്ന് പറയുന്ന നിലവാരത്തിൽ ഉണ്ടാക്കിയതാണത്. അല്ലാതെ അത് ഈ 2.5 ലക്ഷം വർഷം മനുഷ്യർ ജീവിച്ചിരുന്ന സമയത്ത് നടന്നിരുന്ന ഒരു കാര്യമൊന്നുമല്ല. വളരെ കോൺക്രീറ്റ് ആയ ഒരു ഡിസൈഡ് വർക്കിന് വേണ്ടി കുട്ടികളെ വളർത്തിയാണ്. ഇപ്പം എബ്രഹാം കൊച്ചിനെ കുരുതി കൊടുക്കാൻ പോയപ്പോ കേസെടുത്തോ ആരെങ്കിലും? ഇല്ല. അന്ന് ഈ രാജാവില്ല, അതുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കാനുള്ളത് കുട്ടികളെ കൊല്ലുകയോ അങ്ങനെയൊക്കെ ചെയ്യാനൊക്കത്തില്ലെന്ന്. നമ്മുടെ കുട്ടിയെ ഇന്ന് കൊല്ലാനായിട്ട് പറ്റുമോ? നടപടി വരും. നമ്മള് കൊച്ചിൻ നമ്മള് കുഞ്ഞിനെ അതാണ് മനസ്സിലാക്കേണ്ടത്. ഇല്ലീഗൽ എന്നുള്ള വാക്ക് എവിടെ നിന്ന് വരുന്നതാണ്? രാജാവ് ഉണ്ടാക്കിയ നിയമമാണത്. കുട്ടി അയാൾക്ക് ജോലിക്കാരനെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പണിയിൽ ഏർപ്പെട്ട 2 പേര് മാത്രമാണ് ഈ ആണും പെണ്ണും, അല്ലാതെ അവരുടെ കുട്ടികളല്ല. ഇപ്പൊ നമ്മുടെ ഖലീൽ ജിബ്രാനൊക്കെ പ്രോഫറ്റിനകത്ത് ഇങ്ങനെ പറയത്തില്ല, കുട്ടികൾ നിങ്ങളിലൂടെ വരുന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളിത് മനസ്സിലാക്കണം. ഈ കുട്ടി നമ്മൾ ഉണ്ടാക്കാൻ അവകാശമുണ്ട്, വളർത്താൻ അവകാശമുണ്ട്, പക്ഷേ കുട്ടിയെ കൊല്ലാൻ അവകാശം ഇല്ലാത്തവരായിട്ട് മാറിപ്പോയി. മറ്റേതങ്ങനെയല്ല. ആ ഗോത്രത്തിന് വേണ്ടി കൊല്ലാനും തിന്നാനും ഒക്കെ പറ്റുന്നവരായിരുന്നു അവര്. അങ്ങനെയായിരുന്നു നിന്നിരുന്നത്. ആ സ്ഥലമെല്ലാം കടന്നുപോയി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന അത് വലിയൊരു പ്രോസസ് ഉണ്ട്. അത് അതിന്റെ ഡീറ്റെയിൽസിൽ ഞാനിപ്പോ നിങ്ങളുടെ ഈ ചോദ്യത്തിന് ഞാൻ പോകുന്നില്ല, എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ആയത്. അപ്പൊ അതൊരു വലിയ മനുഷ്യകുലം എങ്ങനെയാണ് ഇപ്പം നമ്മൾ ഈ കാണുന്ന തരത്തിലായി മാറിയതെന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. ഞാൻ അത് വളരെ വിശദമായിട്ട് ഒരു പുസ്തകം ഓഡിയോ വിഷ്വലായിട്ട് ഞാനിപ്പോ ഉണ്ടാക്കുന്നുണ്ട്. അതിപ്പോ എന്റെ തീർന്ന് ഒരു അടുത്ത മാസം ആകുമ്പോഴത്തേന് അതിന്റെ എഡിറ്റിങ് തീരും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണുകയും കേൾക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു പുസ്തകം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, അല്ലാതെ എഴുതുന്നില്ല. നല്ല കാര്യം. എല്ലാവരും ഇപ്പൊ ഓഡിയോ ബുക്കിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്.
അപ്പൊ എന്റെ എന്റെ അതുകൊണ്ടാണ് ഒരു ഞാനത് ഇത് ആ, പോഡ്കാസ്റ്റ് പോലെ ഉണ്ടാക്കുന്നത്. ഒരു 40 മണിക്കൂറോളം വരും. അപ്പോ നന്നായി. അത് ഞാൻ ഇതിന്റെ എല്ലാം ഡീറ്റെയിൽസ് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോ ഓക്കെ. അങ്ങനെ ആണിനെയും പെണ്ണിനെയും ഒരാൾക്ക് വേണ്ടി ഡെസിഗ്നേറ്റ് ചെയ്തതായിട്ട് അത് പ്രചരിപ്പിച്ചുറപ്പിക്കുന്ന പണിയാണ് പിന്നെ മതം ചെയ്യുന്നത്. നിങ്ങൾ സോൾമേറ്റ് ആണ്, ദൈവം ചേർത്തതാണ് നിങ്ങളെ, പിരിയാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ന്യായമൊക്കെ. അപ്പൊ ഈ കുട്ടിയെ ഉണ്ടാക്കി നാട്ടുകാർക്ക് കൊടുക്കാൻ, രാജാവിന് കൊടുക്കാൻ വേണ്ടിയാണ് ഈ കുട്ടിയെ ഉണ്ടാക്കുന്നത്, അല്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങളല്ല. ചെലവില്ലാതെ രാജാവ് ഈ അടിച്ചോണ്ട് പോകാൻ വേണ്ടിയാണ് നമ്മളെ കൊണ്ട് അത് ചെയ്യിക്കുന്നത്. ഇവിടെ പണ്ട് കേരളത്തിനകത്ത് പശുക്കുട്ടിയെ കൊടുത്തിട്ട് പശു പ്രസവിക്കാറാകുമ്പം മുതലാളി അങ്ങ് ജന്മി അങ്ങ് അഴിച്ചോണ്ട് പോകും. അതുപോലാണ് നമ്മൾ പിള്ളേരെ വളർത്തുന്നത്. 18 വയസ്സാകുമ്പോൾ പട്ടാളത്തിൽ ചേർക്കാനും ഫാക്ടറി ചേർക്കാനും വേണ്ടി, അല്ലാതെ നിങ്ങളുടെ കൊച്ചാണെന്നൊന്നും പിന്നെ നിങ്ങൾക്ക് പറയാനൊക്കത്തില്ല. കാര്യം അതുകൊണ്ടാണ് അറിയാം. 18 വയസ്സിലാകുമ്പം അത് അന്ന് തന്നെ വ്യക്തികളാക്കി മാറ്റും. അവർക്ക് വേറെയാണ് അവരുടെ ജീവിതം എന്ന് വരുത്തുന്ന സാധനമൊക്കെ രാജാവിന്റെ കാലത്ത് തന്നെ ആരംഭിച്ചതാണത്. അല്ലാതെ നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ മൊണോഗമസ് എന്നൊക്കെ പറയുന്ന തരത്തിലൊന്നുമല്ല ഈ സംഭവം ഒന്നും നിൽക്കുന്നത്. അതൊക്കെ നമ്മള് എനിക്കൊരു ആന്ത്രോപോളജി സോറി. ആന്ത്രോപോളജി പഠിക്കാതെ നമ്മൾ ഈ വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുമ്പോഴാണ് ഈ പോളിഗമസ് ആണോ മോണോഗമസ് ആണോ എന്നൊക്കെ പറയുന്ന ചോദ്യമൊക്കെ. ഇല്ലില്ല, ആ എനിക്ക് ആ ചോദ്യമൊന്നും കാര്യത്തിൽ ആന്ത്രോപോളജിയുടെ സംശയം. മുന്നിലില്ല. അതെ, അതെ. എനിക്ക് സംശയം ഉണ്ടായിട്ടല്ല, പക്ഷെ എനിക്ക് അതിനകത്തുള്ള കുറച്ച് ഓഫ് കോഴ്സ് സംശയം ഇല്ലെന്ന് പറയാൻ പറ്റില്ല, പൂർണ്ണമായിട്ടും ഇല്ലെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് സംശയങ്ങളുണ്ട്. അതായത് ശരിയാണ്, മനുഷ്യൻ പോളിഗാമസ് ആണെന്ന് ഉണ്ടെങ്കിൽ അല്ല, പൊളിഗമസ് അല്ല, ആണ്. ഗാമി എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ ഉം. ബൈനറി നമ്മൾ അവിടെയാണ് നമുക്ക് ഈ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. നമ്മൾ മോണോഗമസ് ആണ് പോളിഗമസ് ആണെന്ന് പറയുന്നത് എവല്യൂഷണറി ആയിട്ട് രൂപപ്പെട്ടതല്ലെന്നാണ് ഞാൻ പറയുന്നത്. മനുഷ്യൻ ഓക്കെ. കൺസ്ട്രക്ട് ചെയ്ത സാധനം. അതേ സമയത്ത് ഇപ്പം വേഴാമ്പലിനെ എടുത്താൽ അത് മോണോഗമസ് ആണ്, ഉം. പെൻഗ്വിനെ എടുത്താൽ മോണോഗമസ് ആണ്. ഉം. വളരെ കുറച്ചേ ഉള്ളു, ഒരു 5% ലോകത്തുള്ള കോടാനുകോടി ജീവികളിനകത്ത് 5% പോലും ഇല്ല. ഉം. വിരലെണ്ണി തീർക്കാം ഈ അതെ. മോണോഗമി എന്ന് പറയുന്ന ജീവിയുള്ളത്. ഓക്കെ. മനുഷ്യന്റെ കാര്യത്തിനകത്ത് അവരൊരു ഗോത്രത്തിലാണ് ജീവിച്ചിട്ടുള്ളത്. ആ ഗോത്രത്തിൽ ജീവിക്കുന്നത്, ഞാൻ ഈ 2.5 ലക്ഷം വർഷവും ഗോത്രത്തിലാണ്. നമ്മൾ ഗോത്രത്തിൽ ഗോത്രീയത ഉണ്ടായിരുന്നു. അല്ലാതായപ്പോഴാണ്, നമ്മൾ കൃഷി ആരംഭിക്കുമ്പോഴാണ് ഗോത്രത്തിൽ അല്ലാതാകുന്നത്. അതോടെയാണ് റൂട്ടഡ് ആയിട്ട് ഒരു പ്രദേശവാസികളായി നമ്മൾ മാറുന്ന അപ്പോഴാണ്. ആ സമയത്താണ് ഈ നമ്മൾ ഈ പറയുന്ന ഫാമിലി ഉണ്ടാകുന്നത്. ആ. കാർഷിക ഫാമിലിയാണ് ഉണ്ടാകുന്നത്. അന്നും മോണഗമി ഇല്ല. മോണഗമി എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നത് നമ്മൾ ഈ ഫാക്ടറി ഉണ്ടായപ്പോൾ ഫാക്ടറിയിലെ ഒരു പെണ്ണും ചെറുക്കനും മക്കളും മതിയെന്ന് തീരുമാനിച്ചത് ഈ മുതലാളിമാർക്ക് കുടുംബത്തിന് 10-15 പേരുടെ മുറി ഉണ്ടാക്കി ക്വാർട്ടേഴ്സ് കൊടുക്കേണ്ടി വരുമെന്ന് മനസ്സിലായപ്പോഴാണ് അവർ ഇത് റെഡ്യൂസ് ചെയ്ത് ഈ 2 പേരാക്കി മാറ്റിയെടുത്താണ് നിങ്ങൾ ഈ പറയുന്ന മോണോഗമി ഉണ്ടാക്കുന്നത്. അന്ന് അല്ലാതെ മോണോഗമി ഇല്ല എന്ന് പറയുമ്പോൾ അന്ന് പോളിഗമി ഉണ്ടല്ലോ. ലൈക് മോണോഗമി അല്ലാതെ പോളിഗമി പോളിഗമി എന്ന് പറയും. അവിടെ ഞാൻ പറഞ്ഞ 10,000 വർഷം കൃഷി തുടങ്ങിയിട്ടാണ്. അതിനു മുമ്പ് ഗാമി എന്ന് നമ്മൾ പറയുന്ന ഈ വിവാഹം എന്ന് പറഞ്ഞ സംഭവമില്ല. സ്ത്രീകള് അവർക്ക് ഇഷ്ടമുള്ള പുരുഷനെ ചൂസ് ചെയ്യത്തേ ഉള്ളൂ. അതാണ് മനസ്സിലാക്കേണ്ടത്. അത് ശരിയാ. അമ്മയെ ഉള്ളു, അച്ഛനില്ല, അമ്മയെ ഉള്ളു. ഗോത്രത്തിനകത്ത് ഒരു കൂട്ടം സ്ത്രീകൾ കുട്ടികളുമായിട്ട് നടക്കുന്നതാണ് ഗോത്രം. അതിനകത്ത് മനസ്സിലായി. നായാടാൻ പുരുഷന്മാര് പോകും. അതിന്റെ നമ്പർ ഒരിക്കലും പുരുഷന്മാരുടെ കൂടത്തില്ല. കാരണം കാള ചവിട്ടിയും ആനകുത്തിയും ആണുങ്ങളുടെ തമ്മിലടിച്ചും മറ്റു ഗോത്രത്തിലുള്ള ആൾക്കാരുമായിട്ട് ഊസി പിടിച്ചും ചത്തുപോകും. കുറച്ചു പേരെ കാണത്തുള്ളൂ പുരുഷന്മാര്. വലിയ സംഘം എന്ന് പറയുന്നത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളും ആ. ഈ അമ്മമാരും കൂടാണ് ഈ ഗോത്രം എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കാതെ നമ്മളെല്ലാവരും ഈ ആധുനിക കാലത്തെ ആണിനെയും പെണ്ണിനെയും കൂടെ വെച്ചിട്ട് ഈ കഥയൊക്കെ അടച്ച് താമസിക്കുന്നവരെല്ലാവരും കൂടാണ് ഈ ഗോത്ര ഹണ്ടർ ഗാദറേഴ്സ് എന്ന് പറഞ്ഞ പെണ്ണുങ്ങളുടെ സംഘമാണത്. അവരാണ് അതിനകത്ത് അമ്മമാരെന്ന് പറയുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന പുരുഷനുമായി ബന്ധം ഉണ്ടാക്കാൻ, ജനിപ്പിക്കാനായിട്ട് മാത്രമേ അവർ വരുത്തുള്ളൂ. അത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് കുഞ്ഞിനെ ഉണ്ടാക്കുന്നതെന്ന് അന്ന് ലോജിക്കലായിട്ട് അറിയാനും പറ്റത്തില്ല. അതെ, അതെ. കാരണം യുക്തിയൊക്കെ ആരംഭിക്കുക എന്ന് പറയുന്നത് കാര്യകാരണ സംബന്ധമായി ലോകത്തിനെ മനസ്സിലാക്കുന്നത് നമ്മളൊരു 50,000 വർഷത്തിനകത്തേ ഉള്ളു. അതിനു മുമ്പില്ല. അന്നും അമ്മ പ്രസവിക്കുന്ന കുഞ്ഞിനെ കാണത്തുള്ളൂ. കാരണം വിഷ്വലായിട്ട് എല്ലാവർക്കും കാണാം അമ്മമാര് പ്രസവിക്കുന്നത്. അപ്പൊ അമ്മ ദൈവങ്ങളെ ഉണ്ടായിട്ടുള്ളു. അപ്പൊ നമ്മൾ നോക്കിയാല് ആദ്യകാലത്തെ എല്ലാ ദൈവങ്ങളും ശില്പങ്ങളെ നമ്മൾ മുഴുവൻ നോക്കിയ ഒരു
10000 വർഷം മുമ്പോട്ട് നമുക്ക് ഈ ശില്പങ്ങൾ കിട്ടുന്നുണ്ട്. അതിനൊരു 6000-7000 വർഷം വരെ ഈ അമ്മ ദൈവങ്ങളെ ഉള്ളൂ. ഉം. അതൊക്കെ മനസ്സിലായി. നമ്മൾ മനസ്സിലാക്കണം. കാരണം സൃഷ്ടി എന്ന് പറയുന്നത് അമ്മ പ്രസവിക്കുന്നതാണെന്ന് മാത്രമേ അറിയാനൊക്കത്തുള്ളൂ. ലൈംഗിക ബന്ധത്തിലൂടെയാണ് കുഞ്ഞുണ്ടാകുന്നതെന്ന് കണ്ടുപിടിക്കുന്നത് കൃഷിക്കാരായിട്ട് താമസിക്കുമ്പോഴാണ്. തൊട്ടപ്പുറത്തെ കുട്ടി നമ്മളെ പോലെ കണ്ടിരിക്കുന്നത് കണ്ടപ്പോഴാണ് ഇതിനെ കാരണം ഞാനും കൂടെ ആണെന്ന് തിരിച്ചറിഞ്ഞ പുരുഷന്മാരുണ്ടായത്. ഉം, ഉം, ഉം. ഞാനതൊരു കാരണം പറഞ്ഞത് വേറെ ആരും പറഞ്ഞിട്ടില്ലാത്തൊരു കാരണം കേട്ടോ, ആലോചിച്ച് കണ്ടുപിടിച്ചതാണ്. തനി സ്വരൂപത്തിൽ ഒരു കുഞ്ഞുണ്ടായാൽ അതിനൊരു ലോജിക് ഉണ്ട്. എടാ അതെ. ഇതെങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത്, അപ്പൊ നിന്നെ പോലെ തന്നെ ഇരിക്കുന്നല്ലോ ഈ കുട്ടി എന്ന് പറയുമ്പോഴാണ് ആദ്യമായിട്ട് അതെങ്ങനെ സംഭവിച്ചു. അങ്ങനെയാണ് ലൈംഗിക ബന്ധത്തിന് ഇതിനകത്തൊരു മറ്റേതങ്ങനെയല്ല. ഇഷ്ടം തോന്നുക, ലൈംഗിക ചോദന തോന്നുക, കോപ്പുലേറ്റ് ചെയ്യുക, കുട്ടി ഉണ്ടാകുക. അതുകൊണ്ട് കുട്ടി ഉണ്ടാകുന്നത് അതുകൊണ്ട് അറിയാനൊക്കെ പറ്റും. കുട്ടിയുണ്ടാവും അറിയുന്നില്ല. അതെ, അതെ. ലോജിക്കലായിട്ട് അറിയാൻ പാടാം. ഉം, 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 ഉം. പക്ഷെ ഇത് കണ്ടെത്തിയതിന് ശേഷം ഈ ദൈവങ്ങളെല്ലാം പുരുഷ ദൈവങ്ങളായിട്ട് മാറുന്ന നമുക്ക് കാണാം. ഉം. അമ്മ ദൈവ ആരാധനകൾ മുഴുവനും പുറത്തു പോവുകയും സ്ത്രീകളുടെ ആരാധനക്രമത്തിന് അവസാനം വിച്ച് ക്രാഫ്റ്റ് ആയിട്ട്, അങ്ങനെയാണ് ആ, വിച്ചസ് മുഴുവൻ ലോകം witchcraft. മുഴുവനും ഉണ്ടായത്. മന്ത്രവാദിനികളും വിച്ചുകളും ഉണ്ടായത് അമ്മ ആരാധന മുഴുവനും. അത് കഴിഞ്ഞിട്ട് അതുവരെ ഈ എന്താണ് നമ്മുടെ ഫെർട്ടിലിറ്റി റൈറ്റ്സ് എന്ന് പറയുന്ന സാധനത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ആർത്തവ രക്തമായിരുന്നു. ഓക്കെ. അത് പവിത്രമായിരുന്നു. ആ സാധനം മുഴുവനും എടുത്ത് കളഞ്ഞ് കൊള്ളാത്ത സാധനവും അത് ചീത്തയാണെന്ന് പഠിപ്പിക്കുന്നത് മുഴുവൻ വരുന്നത് ആ പ്രോസസ്സിലാണ്. അങ്ങനെയാണ് ഇന്ത്യയിലുള്ള ദൈവങ്ങളെ മുഴുവൻ, പെൺ ദൈവങ്ങളെ മുഴുവനും ഭാര്യമാരെ കല്യാണം കഴിപ്പിച്ച് ഭാര്യമാരാക്കി കളഞ്ഞു. ഉം. യേശുക്രിസ്തുവിന്റെ തൃത്വത്തിനകത്ത് അച്ഛനും ഉണ്ട് മോനും ഉണ്ട്. ഉം. പക്ഷെ പിന്നെ ഒരു ഹോളി ഗോസ്റ്റ്, അത് ഏത് കുന്തമാണെന്ന് നമ്മൾ പറയണ്ടേ. ഈ മേരിയെ ഒഴിവാക്കുന്നതിനുള്ള പണിയാണ് അത് ചെയ്തത്. അങ്ങനെ പക്ഷെ അമ്മയെ ആരാധിക്കുക എന്ന് പറയുന്നത് പണ്ടേ നിന്നുകൊണ്ടാണ് മേരി ഇങ്ങനെ പെർസിസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ ആ തൃത്വത്തിനകത്ത് ഇല്ലാതെ പോകുന്ന സിദ്ധാന്തപരമായിട്ട് തന്നെ സ്ത്രീകളെ കംപ്ലീറ്റ് ഈ ദൈവത്തിന്റെ ലോകത്ത് നിന്ന് അവർ ഒഴിവാക്കി കളയുന്നു. അമ്മ ദൈവങ്ങൾ ഒഴിവായി മാറുന്നതൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ആഹാ. അതുകൊണ്ടാണ് നമ്മൾ ഈ മൊണോഗമസ് പൊളിഗമസ് എന്നൊക്കെ പറയുന്ന വാക്കുകളൊക്കെ ആധുനികമായി ഈ ലോകത്തിന് ഇതൊക്കെ എന്തോ ശരിയായ കാര്യമാണ്. ആന്ത്രപ്പോളജി ഒന്നും യഥാർത്ഥത്തിൽ അറിഞ്ഞുകൂടാത്ത ചിന്തകന്മാരുടെ ഡിവിഷൻസ് അതൊക്കെ. മനസ്സിലായി. അതിങ്ങനെ അല്ലാതെ നമ്മൾ മനുഷ്യനെന്ന് പറയുന്നത് പറഞ്ഞാല് അമ്മ എന്ന് പറഞ്ഞാൽ അമ്മയാണ് ഡിസൈഡ് ചെയ്യുന്നത്. അമ്മയെ ഇണക്കാനായിട്ട് പുരുഷന്മാര് വരികയും അവരെ ഇണക്കി അവരുമായിട്ട് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടും എന്നുള്ളതല്ലാതെ ഉം. ഈ അച്ഛൻ അമ്മ പുരുഷന്മാർ ഈ പറയുന്ന കൺസെപ്റ്റ്സ് ഒന്നും ഇല്ല. അതൊക്കെ രൂപപ്പെടുന്നത് കാർഷിക വ്യക്തിയായിട്ട് ബന്ധപ്പെട്ട് ഒരു മനസ്സിലായി. പ്രദേശത്തെ പുരുഷന്മാർ ഒരു പ്രദേശം പിടിച്ച് അവിടെ കൃഷി തുടങ്ങിയപ്പോൾ ആ കൃഷി ചെയ്യുന്നവർക്ക് കൂടുതൽ മേറ്റിനെ കിട്ടുമെന്ന് കണ്ടെത്തുന്നത് വഴിയാണ് പുരുഷ കേന്ദ്രീകൃതമായ സമൂഹ രൂപീകരണം ഉണ്ടാകുന്നത്. ഉണ്ടാവുന്നത്. ഉവ്വ. പിന്നെ പുരുഷന്റെ ബലം മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കണ്ടെത്തുക എന്ന വലിയ കണ്ടുപിടുത്തമാണ്. ആ ഉം. കണ്ടുപിടുത്തം കൊണ്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന സമൂഹ നിർമ്മാണത്തിന് കെട്ടി. അങ്ങനെയാണ് പുരുഷ പ്രധാനമായ സമൂഹം Patriarchy. ഉണ്ടാകുകയും ഉവ്വ. മക്കള് തന്നെ മക്കൾ ഉണ്ടാകുന്നത് നല്ലതാണെന്ന് സ്ത്രീകൾ തിരിച്ചറിയുന്ന പോയിന്റും ഒക്കെ വരുന്നത് അവിടുന്ന്. മനസ്സിലായി. അത് വലിയൊരു പ്രോസസ്സാണ്. ഞാൻ പറഞ്ഞില്ല, ആ പുസ്തകത്തിനകത്ത് ഞാനത് വിശദമായിട്ട് പറയുന്നുണ്ട്. അത് തന്നെ ഞാൻ ആവർത്തിക്കാനേ പറ്റുള്ളൂ. പക്ഷെ ഇല്ല. നമ്മുടെ ഈ ഡിസ്കഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഹിസ്റ്ററി അറിഞ്ഞുകൂടാ, ആന്ത്രപ്പോളജി അറിഞ്ഞുകൂടാത്ത കാലത്ത് നല്ല ചിന്തകന്മാര് ബുദ്ധി ഉപയോഗിച്ച് ഇഷ്ടംപോലെ എഴുതിയും വെക്കുകയും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് ജനറ്റിക്സ് അറിയാം, മിറ്റോകോൺട്രിയ ഈവിന്റെ സാധനം തൊട്ട് ഇങ്ങോട്ട് ഏതെങ്ങനെയാണ് ഈ പ്രോസസ്സുകൾ വന്നതെന്ന് നമുക്കറിയാം. ഈ അറിവുകൾ ഇല്ലാതിരുന്ന കാലത്ത് ഒരു 100-300 വർഷം മുമ്പ് ഈ എവല്യൂഷൻ തന്നെ കഷ്ടിച്ചാരംഭിച്ച സമയത്തൊക്കെ വളരെയേറെ അറിവുള്ള ഇവ അരിസ്റ്റോട്ടില് 28 പല്ലേ ഉള്ളൂ പെണ്ണുങ്ങൾക്ക് എഴുതി വെക്കുമ്പോൾ ഒരു മടിയെ അയാൾക്ക് തോന്നില്ല. അടുത്തിരിക്കുന്ന പെണ്ണിന്റെ വായെന്ന് തുറന്ന് എണ്ണി നോക്കിയാൽ മാത്രം മതി. ഉവ്വ. പക്ഷെ അത് പെണ്ണ് രണ്ടാമതാണ് എന്നുള്ളത് സംശയരഹിതമായ അയാളുടെ അറിവാണ്. അപ്പൊ ആ നിലവാരത്തിലുണ്ടായിരുന്ന ബുദ്ധിജീവികളായിരുന്ന സോക്രട്ടീസും ഒക്കെ ഇരുന്ന് പറയുന്ന സാധനം മുഴുവനും എടുത്തു വെച്ചിട്ടാണ് നമ്മൾ ഈ ഡിസ്കഷൻസ് ഒക്കെ കൊണ്ടുവരുന്നത്. ഇന്ന് നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ആന്ത്രപ്പോളജി പഠിച്ചേ പറ്റും. എങ്ങനെയാണ് എവല്യൂഷണറി ആയിട്ട് ഈ തരത്തിലുള്ള കാര്യങ്ങൾ സോഷ്യൽ വന്നു. ഫാബ്രിക്സ് ഡെവലപ്പ് ചെയ്തതെന്നും ഈ റിലിജൻ ഒക്കെ രൂപപ്പെട്ടത് എങ്ങനെയാണെന്നും എങ്ങനെയാണ് പല ദൈവങ്ങളിൽ നിന്ന് ഏക ദൈവത്തിൽ എത്തിച്ചേരുന്നതെന്നും ഒക്കെ ഉള്ള അറിവുകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വിഷയം ഇപ്പൊ ഇയാൾ ചോദിച്ച
ഈ വാല്യൂ ഫോർമേഷൻ എങ്ങനെ വരുന്നു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അത് മനസ്സിലായി. അത്ര ആ അങ്ങനെ അറിയണം. ഓക്കെ, ഒരൊറ്റ കാര്യം ചോദിച്ചാൽ നമുക്കിത് ഈ കോൺവെർസേഷൻ ക്ലോസ് ചെയ്യാം. അതായത് ഇപ്പൊ അഗ്രികൾച്ചർ റെവല്യൂഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നതിന് 10,000 വർഷങ്ങളല്ല, അത് ഒരുപാട് പണ്ടല്ല അത്. അപ്പൊ ആ സമയത്ത് ഇപ്പൊ ഇന്ന് ഇപ്പൊ മൈത്രേയൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ജയശ്രീ ആയിട്ട് പിരിഞ്ഞ സമയത്ത് ജയശ്രീക്ക് ഒരു വിഷമം ഉണ്ടായി അല്ലെ? അതായത് മൈത്രേയന് പിരിയുന്നതിന്റെ ഒരു വിഷമം അല്ലെ? ഈ വിഷമം അന്നും സ്ത്രീകളിൽ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ അത് പിന്നീട് ഇല്ല. ഉണ്ടായതാണോ? പിന്നെ നമ്മൾ ഈ ഇന്നത്തെ നമ്മുടെ സ്ത്രീകളില് ഇമോഷൻസ് ഭൂരിഭാഗം പേരിലും ആ ഒരു ആ വിഷമം ഉണ്ടാവും അല്ലെ? അതാ ഇമോഷൻസ് എന്ന് പറയുന്നത് കാലികമായിട്ട് പെർമനന്റ് ആയിട്ടുള്ള ഇമോഷൻസ് അല്ല. നമുക്കിപ്പോ ഒരു പ്രദേശത്തിനോട് ഇഷ്ടം തോന്നുന്നത് നമ്മൾ കൃഷി തുടങ്ങിയാലേ പറ്റുള്ളൂ. അല്ലാതെ ഒരിക്കലും ഒരു പ്രദേശവാസിയായിട്ട് ഇരിക്കാനൊക്കത്തില്ല. പിന്നെ മൊബൈലായിട്ടുള്ള ഒരു കോൺഷ്യസ്നെസ്സേ നമുക്ക് ഹണ്ടർ ഗാദറേഴ്സിൽ ഉണ്ടാകത്തുള്ളൂ. ഇതുപോലാണ് ഇത് മനസ്സിലാക്കേണ്ടത്. അപ്പൊ എന എന്ന് പറയുന്നത് പെർമനന്റ് ആയിട്ട് ഉള്ളതാണെന്ന് പഠിപ്പിച്ചുണ്ടാക്കിയ ഒരു മാനസിക വ്യാപാരത്തിനകത്തൂടാണ് അത് വരുന്നത്. മറ്റേതങ്ങനല്ല. പല എണകളോട് പ്രണയം ഉണ്ടാകുമ്പോഴും ഒരാളോട് കൂടുതലുണ്ടാവും. ആ ആള് നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന അത് ഈ എണ വേണമായിരുന്നു. പക്ഷെ ഹണ്ടർ ഗാദറേഴ്സിന്റെ കാര്യത്തിൽ ഗോത്രങ്ങളിൽ ഒരിക്കലും സ്ത്രീകൾക്ക് പുരുഷന്മാരെ ആവശ്യമില്ല. സ്ത്രീകൾക്ക് പുരുഷന്മാരെ അത് മനസ്സിലാക്കണം. അത് ഇന്ന് അങ്ങനല്ല. ഡിപ്പെൻഡന്റ് ആയിട്ട് വളർത്തിയെടുക്കുന്ന സ്ത്രീകളെ, പുരുഷനെ ആശ്രയിച്ച് ജീവിക്കണമെന്ന് ബോൺസായി പോലെ വളർത്തിയ സ്ത്രീകളുടെ വികാരങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഇതൊക്കെ നമ്മളിങ്ങനെ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് വിഷമം ഉണ്ടാകുന്ന പല സമയങ്ങൾ. ജയശ്രീക്ക് വിഷമം ഉണ്ടായി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല അത്. ഞാൻ ജയശ്രീ ഉപേക്ഷിച്ചിട്ട് പോയിട്ടൊന്നുമില്ല. ജയശ്രീക്ക് യഥാർത്ഥ വിഷമം വരുന്നത് ഞാൻ വേറെ പ്രണയിക്കുമ്പോഴാണ്. അതെ അതെ അതെ, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ജയശ്രീയെ വിട്ടുപോകുമ്പോ പ്രണയമില്ല. ജയശ്രീയെ ഞാൻ വിട്ടുപോയെന്ന് പറഞ്ഞുകൊണ്ടാ, വിട്ടുപോയിട്ടില്ല. ഞാൻ ഇത് കുടുംബം പിരിച്ചു വിട്ടു എന്ന് പറയുന്നത് അതിന്റെ ധർമ്മം, അതിന്റെ ആ ഫംഗ്ഷൻ തീർന്നു എന്ന് മാത്രമേ ഞാൻ സത്യത്തിൽ പറഞ്ഞിട്ടുള്ളൂ. ജയശ്രീയെ ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് ആളുകൾ പിന്നെ തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കിയതാ. അവർക്ക് അങ്ങനെയാ അത് മനസ്സിലായത്. കുടുംബം പിരിച്ചു വിട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ ജയശ്രീയെ ഞാനത് സംഭവിച്ചിട്ടേ ഇല്ല. പക്ഷെ വേറെ പ്രണയം ഉണ്ടായി എന്ന് പറയുമ്പോഴുണ്ടാകുന്നതാണ് അത്. ആ വിഷമം എന്ന് പറയുന്നത് ജലസി ആയിട്ട് ബന്ധപ്പെട്ട് രൂപപ്പെടുന്നതാണ്. നമ്മൾ തെരഞ്ഞെടുത്ത ആള് ജയശ്രീ ഞാനും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതായിട്ട് ഒരു 10 കൊല്ലമായിട്ടുണ്ട് ആ സമയത്ത്. പക്ഷെ അതൊന്നും അല്ല. ഈ പാർട്ട്ണർഷിപ്പിനെ പറ്റിയുള്ള ജയശ്രീയുടെ അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുണ്ടാകുന്ന ദുഃഖമാണ്. മനസ്സിലായി. അപ്പൊ പറഞ്ഞു ഒരാള് സ്പെസിഫിക്കലി പറയുന്നതല്ല ഒരിക്കലും. ഞാൻ ആ ഒരു പേരെടുത്ത് മനസ്സിലായി കാര്യമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് ഉദാഹരണമായിട്ട് ഇയാൾ പറഞ്ഞതാണെന്ന് അറിയുന്ന ആളാണ് ഞാൻ. ഞാൻ എന്നെ ഡിഫെൻഡ് ചെയ്യോ ഒന്നുമല്ല. ഞാനീ പറയുന്നത് ഫാക്ച്വൽ ആയിട്ട് ഇങ്ങനെയാണ് സംഭവിച്ചത്. ആ വിഷമം നമ്മൾ പ്രണയിച്ച് നമ്മൾ അവരെ കാണുന്നില്ലെങ്കിലും നമ്മുടെ പൊസഷനിലുള്ള ആളാണെന്ന് വിചാരിക്കുന്ന ആള് നഷ്ടപ്പെട്ട അപ്പൊ സങ്കടം വരും. മനസ്സിലായി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ജലസിയാണ് കാരണമെങ്കിൽ ഇത് പണ്ടും ഹണ്ടർ ഗോത്രങ്ങളിലും ഉണ്ടായിട്ടുണ്ടാവണ്ടേ? കുറച്ചു നേരം ഉണ്ടാകത്തുള്ളൂ, കുറച്ചു നേരം ഉണ്ടാകും. നമ്മളിപ്പം ഈ ഹണ്ടർ ഗ്യാദറേഴ്സിനകത്ത് ഉണ്ടാകുക എന്ന് പറയുന്നത് ഈ കുട്ടിയെ വളർത്താനുള്ള ആളായിട്ട് ഈ പുരുഷനെ സങ്കല്പിക്കുന്നത് ഇല്ല അത് ശരിയാണ്. പക്ഷെ ഇപ്പൊ അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ഇപ്പൊ ഒരു എന്താണ് സിൽവർ ബാക്ക് ഗൊറില്ല വേറെ ഒരെണ്ണമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് അവിടെ അടിയൊന്നും ഇല്ല. അത് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളുടെ ഇന്നത്തെ വിചാരങ്ങൾ എന്ന് പറഞ്ഞാലേ, ഒരു സ്ഥലത്ത് ഒരു പ്രദേശവാസിയായി അന്യരുണ്ടായി മറ്റുള്ളവർ അന്യരാണെന്നുള്ള നമ്മൾ അതിക്രമിച്ച് കടന്നു എന്നൊക്കെ തോന്നുന്ന വികാരങ്ങളൊക്കെ കാലികമായി പിന്നീട് ഉണ്ടാകുന്നതാണ്. ഒരു 10,000 വർഷത്തിനകത്തുണ്ടായ വാല്യൂസുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ഇമോഷൻസ് ഉണ്ട്. അപ്പോഴാണ് ജലസിയൊക്കെ നമ്മൾ ഇന്ന് കാണുന്ന നിലവാരത്തിൽ ജലസി ഉണ്ടാകും. എന്റെ എണ്ണ നഷ്ടപ്പെട്ടു പോകുന്നത് തടയാൻ വേണ്ടി ഉണ്ടാകുന്ന വികാരം. അതൊക്കെ നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് പഠിക്കേണ്ടതാണ്. എങ്ങനെയാണ് ഈ ഇമോഷൻസ് എന്നൊക്കെ പറയുന്നത്, എന്താണ് അതിന്റെ ഫങ്ഷൻ എന്താണ് എന്ന് എവല്യൂഷണറി ആയിട്ട് മനസ്സിലാക്കിയാലേ നമുക്ക് ഇത് ഇങ്ങനെ രൂപപ്പെട്ടു എന്നും അതിന് എങ്ങനെയാണ് അത് അങ്ങനെ അറിയാൻ പറ്റുള്ളൂ. അല്ല, ഞാൻ അതിൽ ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത്, അപ്പൊ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പം എനിക്ക് ഇയാള് മാത്രമേ ഉള്ളൂ അങ്ങനത്തെ സംഭവം അത് വരുന്നത്. കാരണം ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും നമുക്ക് 5-6 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഒരു പുതിയ ഫ്രണ്ട് വന്നെന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക്
തോന്നില്ലല്ലോ, അയ്യോ എന്റെ ഫ്രണ്ട്ഷിപ്പ് പോയി. ദാറ്റ് ഡസൻ ഹാപ്പൻ, റൈറ്റ്? അപ്പൊ അതുപോലെ തന്നെ പണ്ടും കുറെ ആൾക്കാർ ഓരോ ഓപ്ഷൻസ് ഉണ്ട്. ഇത് ഇയാളായിട്ട് ഞാൻ പോകുന്നു, വേറെ ആളായിട്ട് പോകുന്നു, അങ്ങനെ ഉണ്ടായതായിരിക്കും. പിന്നെ വർഷങ്ങളോളം എന്റെ പൊസിഷൻ അതാണ്. ഫോർ എക്സാമ്പിൾ, ഈവൻ ആഫ്റ്റർ 2000 ഇയേഴ്സ്, ഇപ്പം കുറച്ചാൾ കഴിഞ്ഞിട്ട് 2000 ഇയേഴ്സ് കഴിഞ്ഞിട്ട് പറയാണ്, എന്താ, ഒരു ഫ്രണ്ടേ പാടുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ, നീ ഇപ്പൊ എന്റെ ഫ്രണ്ടാ, നീ ഇപ്പൊ പോകുമ്പോൾ എനിക്ക് വിഷമവും, പിന്നെ ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യും. തിങ്ക് ദ സെയിം തിങ് ഹാപ്പൻഡ് ഫോർ റിലേഷൻഷിപ്പ്, മെയിൽ ഫീമെയിൽ റിലേഷൻഷിപ്പ്. സോ വാട്ട് ഐ തിങ്ക്. അല്ല, അതൊക്കെ കാർഷിക സംസ്കാരവുമായി മറ്റേ കാർഷിക വൃത്തിയായിട്ട് ബന്ധപ്പെട്ട് രൂപപ്പെടുന്നതാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്ത് ഞാൻ ഒരാള്, ഒരു കുടുംബം, നമ്മൾ പറയുന്നത് ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്ന സാധനമൊക്കെ കണ്ടെത്തുന്നത് അങ്ങനെയാണ്. അങ്ങനെയാണ് വംശാവലികൾ ഉണ്ടാകുന്നത്. ഈ വംശാവലി എന്നൊക്കെ പറയുന്നത് വളരെ സ്പെസിഫിക് ആയിട്ടുണ്ടായതാണ്. ഈ രാജകുടുംബങ്ങളെ രൂപപ്പെടുത്തുമ്പം വംശാവലി അനുസരിച്ചിട്ട് മാത്രമേ അധികാരം കിട്ടത്തുള്ളൂ. അല്ലാതെ സ്കില്ലുള്ള ഒരാള്, മിടുക്കനായ അസ്ത്ര അറിയുന്നവനോ അമ്പയക്കുന്നവനോ അല്ലെന്നുണ്ടെങ്കിൽ വില്ലാളി വീരന് മറ്റേ വാൾ വാള് വെച്ച് വെട്ടുന്നവനോ ഒന്നും രാജാവാകാനൊക്കത്തില്ല. അത് അവർ എൻഷുർ ചെയ്തതാണ്. ആ ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്ന സാധനത്തിനകത്ത് വലിയ മൂല്യം വരും. നമ്മള് ഗോത്രങ്ങളെ പറ്റി ഇങ്ങനെ പഠിക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് കാണാൻ പറ്റും. രാജാവിന്റെ അവസാനം വംശം എന്ന് പറയുന്ന ദൈവത്തിൽ കൊണ്ടുപോയി വെക്കും. അങ്ങനെയാണ് ദൈവത്തിന്റെ അവതാരങ്ങളായിട്ട് ആദ്യം വരുന്നത് രാജാക്കന്മാർ വരുന്നത്. അത് കാരണം കൊണ്ട് സൂര്യവംശം, ചന്ദ്രവംശം എന്നൊക്കെ പറയുന്നത്, ഇനിയും പാവം പിടിച്ച യേശു ക്രിസ്തുവിനെ വരെ പറഞ്ഞ് അവിടെ യേശു ക്രിസ്തു ആണെങ്കിൽ രാജൻ പോലും, പക്ഷെ രാജാതിരാജൻ എന്നാ വിളിക്കുന്നത്. രാജാവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അപ്പം ആ വലിയൊരു രാജാവാണ് ദൈവം. അത് വേറെ അറിയണം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ ഫോർമേഷൻസ് മുഴുവൻ ഉണ്ടായിട്ടുള്ളത് മനുഷ്യന്റെ സങ്കല്പത്തിനകത്ത്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള വാല്യൂസ് ഒക്കെ നമ്മൾ ഈ പറയുന്ന ഈ 10,000 വർഷത്തിനകത്ത് രൂപപ്പെട്ടിട്ടുണ്ടായ, അതിനെയാണ് നമ്മൾ പിന്നെ പിൽക്കാലത്ത് സംസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഗോത്രത്തിനകത്ത് ഒരു സവിശേഷം, ആ ഗോത്രത്തിന്റെ സംസ്കാരവും ഈ ഗോത്രത്തിന്റെ സംസ്കാരവും എന്നൊക്കെ നമ്മൾ പിന്നെ പറയുന്നത് അങ്ങനെയാണ്. പിന്നെ ഇന്റഗ്രേഷൻസ് ആണ്, രാജ്യരൂപീകരണങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയതോടെ ഓരോ ഗോത്രത്തിനെയും ചേർത്തണക്കുന്നതിന് വേണ്ടി വന്നപ്പോൾ ഉണ്ടാക്കിയ പുത്തൻ ആശയങ്ങളാണ് നമ്മൾ പിന്നെ കാണുന്ന ഈ മോറൽ, ഈ സാധനങ്ങൾ മുഴുവനും. ഈ എന്താ പറയണ്ടേ, വേദങ്ങൾ എന്ന് പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും രൂപപ്പെടുന്നത് അങ്ങനെയാണ്. ലെജിറ്റിമേറ്റ് ആയിട്ട് ഒരു കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ടാക്കുന്നതിന് ഇപ്പൊ മോസസ് വന്ന് പറയുമ്പോൾ അത് അദ്ദേഹം തപസ് ചെയ്ത് അവിടെ ദൈവമായിട്ട് നേരിട്ട് ബന്ധം ഉണ്ടാക്കി അദ്ദേഹത്തിന് വലിയ ഇൻസ്ട്രക്ഷൻ കൊടുത്തതാണെന്ന് പറഞ്ഞാല് ഇതിന് ലെജിറ്റിമേഷൻ ആകത്തുള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരും കാട്ടിപ്പോയിരിക്കുന്നതും പിന്നെ ഈ ഗുഹ കയറി ഇരിക്കുന്നതൊക്കെ സ്പെഷ്യൽ അനുഭവം ഉണ്ടായി സാങ്ഷൻ മേടിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആളുകൾ എടുക്കത്തില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് അതുകൊണ്ടാണ് ജീസസ് അതുകൊണ്ടാണ് പറഞ്ഞു തോന്നുന്നു. കാരണം എൻ്റെ ഒരു ഐഡിയോളജിയിൽ എന്ന് പറഞ്ഞാൽ ജീസസ് വാസ് എ ഗുഡ് ലീഡർ. ഹി വാസ് എ ഹ്യൂമൻ. ഹി വാസ് എ ഗുഡ് ലീഡർ. പിന്നെ ആൾക്കാരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം പുള്ളിയുടെ ഫോളോവേഴ്സ് പുള്ളി പറയുന്ന നന്മകളൊക്കെ ചെയ്തു എന്ന് വരും. പക്ഷെ ആൾക്കാര് ആരും കാണാതെ മറവിൽ എന്ത് ചെയ്യുന്നതും കൂടെ പുള്ളിക്ക് ഇമ്പോർട്ടന്റ് ആയിരുന്നു. അപ്പൊ ആ അല്ല, സമയത്ത് അതാണ് അവര് ഞാൻ ഈ മൊറാലിറ്റിയിൽ പറയുന്നത്. പോകണമെന്ന് വേണ്ടിയാണ്. യേശു ക്രിസ്തുവിനെ 12-ാമത്തെ വയസ്സ് തൊട്ട് 30 വയസ്സ് കാണുന്നില്ലല്ലോ. ആ സമയത്ത് അദ്ദേഹം എന്താ ചെയ്തിരുന്നെന്നുള്ള മിസ്റ്റീരിയസ് ആയിട്ട് നിർത്തുന്നത് ഈ ഗുഹയിലിരുന്ന മോസസിന്റെ അതേ യുക്തിയാണ്. അത് അവരുടെ ഫോർമേഷൻ ഐഡിയ എന്ന് പറയുന്നത് അവരുടെ സ്വന്തമാണെന്ന് പറയാതെ അത് ദൈവം തന്നതാണെന്ന് പഠിപ്പിച്ചാലേ ലെജിറ്റിമേറ്റ് ആകുന്നത്. അപ്പോഴത്തേനും ദൈവമൊക്കെ ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞു. എല്ലാ ഗോത്രത്തിനും സ്വന്തം ദൈവം ഉണ്ടായിരുന്നു. ഈ ദൈവത്തിനെ ചേർത്തണക്കുന്ന പണിയാണ് പിൽക്കാലത്ത് പിന്നെ രാജാക്കന്മാർ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ഇപ്പൊ ഇന്ത്യക്കാർക്കാണെങ്കിൽ പ്രധാന ദൈവവും ഉപദൈവവും ഉണ്ടാകുന്ന അങ്ങനെയാ. ആരെയാണോ പിടിച്ചോണ്ട് വന്നത്, അടിമകളെ പിടിച്ചോണ്ട് വരുന്ന വേറൊരു ഗോത്രത്തിനെ പിടിച്ചോണ്ട് വരുമ്പോൾ അവരുടെ ദൈവം രണ്ടാമതാവും. 10 ഗോത്രങ്ങളെ ചേർത്ത് ആണ് രാജ്യം ഉണ്ടാക്കുന്നത്. അപ്പൊ ആ 10 ദൈവത്തിനെ അവിടെ വെച്ചാൽ ഇവരവിടെ നിൽക്കും. അവർ ഓടിപ്പോകുന്നതും കുറയും. അപ്പൊ അടിമകളായിരിക്കുമ്പോഴും അവരുടെ ദൈവത്തിനെ അവിടെ വെച്ചാല് അവരവിടെ കറങ്ങി നിൽക്കുന്ന സ്ഥലമാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഹെയറാർക്കിക്കൽ സിസ്റ്റം ഉള്ള സമൂഹം ഉണ്ടായത്. അതുകൊണ്ടാണ് പ്രധാന ദൈവവും ഉപദൈവം. ഇപ്പം ഗ്രീസിലെടുത്താല്, റോമിലെടുത്താല്, ഇന്ത്യയിലെടുത്താല് എല്ലാം നമുക്ക് ഈ ദൈവങ്ങൾ ഇങ്ങനെ കാണാം. ഇപ്പൊ സ്കാൻഡിനേവിയയിലെ തോർ, ഇതെല്ലാം നമ്മൾ പ്രധാന ദൈവവും ഉപദൈവങ്ങളും ഇല്ലാത്ത ഒരു സംഭവമില്ല. മറ്റിടത്ത് സ്യൂസും ഉപദൈവങ്ങളുമാണുള്ളത്, ഒളിമ്പസും ഉപദൈവങ്ങളുമാണ് റോം. ഇങ്ങനെ നമ്മൾ ലോകം മുഴുവൻ നമുക്ക് നോക്കിയാൽ ഇങ്ങനെ ദൈവവും ഉപദൈവങ്ങൾ എന്ന് പറയുന്നത് ഈ ഗോത്രങ്ങളെ കൊണ്ടുവരുമ്പോൾ യോജിപ്പിക്കാനുള്ള ഏറ്റവും വലിയ മെക്കാനിസം ആയിട്ടാണ്, അതാണ് റിലീജിയൻ. ഗോത്രങ്ങളെ യോജിപ്പിക്കുന്നതിനുള്ള
എന്താണ് സിസ്റ്റമാണ് റിലീജിയനായിട്ട് വരുന്നത്. അതിന് ന്യായവും ഉണ്ടാവും. ദൈവം എന്ന് പറയുന്നത് ഈ ആള് മുകളിലിരുന്ന് മുഴുവൻ പേരെയും പരിശോധിച്ച് അവരുടെ എല്ലാ കാര്യങ്ങളിലും കുറിച്ചു വെക്കുന്നു എന്ന് പറയുന്നത് വഴിയാണ്. പഴയ CCTV ക്യാമറയാണ് ദൈവം. അപ്പം ആ സാധനത്തിനകത്തൂടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ആൾക്കാർക്ക് മര്യാദയ്ക്ക് പെരുമാറും. അപ്പൊ ഭയങ്കര കൺട്രോൾ സിസ്റ്റമാണത്. അത് കഴിഞ്ഞിട്ട് ദൈവം അങ്ങ് ആകാശത്ത് മാത്രമല്ല, നിന്റെ അകത്ത് ഇരിപ്പുണ്ടെന്ന് നമ്മളെ പഠിപ്പിച്ചോടെ മൂത്രം ഒഴിക്കാൻ പോലും പറ്റാതായി. കാരണം ഒരു രക്ഷയില്ല. രണ്ടിടത്തുനിന്ന് അകത്തുനിന്ന് പുറത്തോട്ട് നോക്കുകയും മുകളിലിരുന്ന് നോക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഫുൾ പ്രൂഫ് സിസ്റ്റമാണത്. അങ്ങനെയാണ് Full മനുഷ്യനെ surveillance. ഇത്രയധികം കൺട്രോൾ സിസ്റ്റം ഉണ്ടാക്കിയത് അങ്ങനെയാണ്. അപ്പൊ പാപവും പുണ്യവും നല്ലതും തീയതും എല്ലാം ഉണ്ടാക്കി, നിയമങ്ങൾ ഉണ്ടാക്കി, അതനുസരിച്ച് ജീവിക്കാൻ പഠിപ്പിച്ച് അതിനെ എല്ലാം ഇവാലുവേറ്റ് ചെയ്ത് രേഖപ്പെടുത്തി വെക്കുന്നുണ്ടെന്ന് അതോടെ മനുഷ്യന്മാർക്ക് ഒരു രക്ഷയില്ലാതായി. എന്നിട്ട് ചത്തിട്ടും രക്ഷപ്പെടാൻ പറ്റത്തില്ല. ചത്തുപോയി കഴിഞ്ഞാൽ അവിടെ ഇട്ട് പൊരിക്കും. അത് കഴിഞ്ഞിട്ട് നല്ലത് ചെയ്താലേ. അപ്പൊ എന്താണ് നല്ലത്? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ആ ഗ്രൂപ്പിന് കൊള്ളാവുന്നതാണ് നല്ലത്, അല്ലാതെ മനസ്സിലായി. വ്യക്തികൾക്ക്. അപ്പൊ അതിലൂടെ അങ്ങനെയാണ് ആ നമുക്ക് കൺട്രോൾ അടുത്ത സിസ്റ്റം ഉണ്ടാക്കുന്ന മെക്കാനിസത്തിനകത്തൂടാണ് നമ്മൾ ഇന്ന് കാണുന്ന വാല്യൂസ്. ഇയാൾ ആദ്യം ചോദിച്ച വാല്യൂസ് ഫോർമേഷനെ പറ്റി നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് ഇത് ഓരോ സ്ഥലങ്ങളില്. അപ്പൊ പലതരത്തിലുള്ള ദൈവങ്ങളെയും പലതരത്തിലുള്ള ഈ വാല്യൂ സിസ്റ്റങ്ങളെയും ഇന്റഗ്രേറ്റ് ചെയ്ത് പൊതു കഥ കൊണ്ട് കഥ പഠിപ്പിച്ച്, അങ്ങനെയാണ് ആരാധനാലയങ്ങളില് ഈ പ്രായമായവർ വന്നിരുന്ന കഥ പറയാൻ തുടങ്ങുന്നത്. ഇതിന്റെ ന്യായങ്ങൾ പറയും. എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ചെയ്തത്, എന്തുകൊണ്ടാണ് ആ ദൈവം ഇങ്ങനെ ആയത്, എങ്ങനെയാണ് നിങ്ങളുടെ ദൈവം ഞങ്ങളുടെ ദൈവത്തിൽ നിന്നാണ് ഉണ്ടായതെന്നുള്ള അവതാരങ്ങൾ ഉണ്ടാകുന്ന കഥയൊക്കെ, ഇന്ത്യക്കാരനൊക്കെ ഉണ്ടാക്കുന്ന ഈ കഥകളൊക്കെ ലോകവ്യാപകമായി നമുക്കിത് കാണാൻ പറ്റും. അപ്പൊ അമ്മ ദൈവങ്ങളെല്ലാം രണ്ടാമതാവുകയും മൂന്നാമതാവുകയും പിന്നെ ഭാര്യമാരായി പോവുകയും ഒക്കെ ചെയ്യുന്നത് കാണാൻ പറ്റും. ഇതെല്ലാം ഈ പ്രോസസ്സുകളെ പറ്റി നമ്മൾ പഠിച്ചാലേ നമുക്ക് അത് എങ്ങനെയാണ് ഇന്നത്തെ ഹ്യൂമൻ സിവിലൈസേഷൻ ഈ ലോകത്ത് ഇപ്പം നമ്മൾ ഈ കാണുന്ന രീതിയിൽ രൂപപ്പെട്ടതെന്ന് അറിയണമെങ്കിൽ ഈ പറയുന്ന പ്രോസസ്സുകൾ മുഴുവൻ പഠിക്കരുത്. മനസ്സിലായി. അങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്. റോഷൻ ഞാൻ ചോദിക്കുന്നു. അതങ്ങ് മുഴുവൻ പറയുന്നില്ലേ, Yeah. എനിക്കൊരു പറഞ്ഞാൽ ഞാൻ ഡൗട്ട് ഈ ഉണ്ട്. പുസ്തകം പറയുന്ന മുഴുവൻ പറയേണ്ടി വരും. പിന്നെ അത് നമ്മളിത് പ്രശ്നം. ഇവിടെ ഇറക്കാൻ പറ്റത്തില്ല. കഥ കൊണ്ടൊന്നും തീരത്തില്ല. അപ്പൊ എന്റെ നമുക്ക് സംഭവം നമുക്കിന് ആക്ച്വലി ഇപ്പം പ്രസന്റ് സിറ്റുവേഷനോട്ട് വരാം. ഓക്കെ, നമുക്ക് ഇപ്പം ഐ ഗോട്ട് എ ഗുഡ് ഐഡിയ അബൌട്ട് വാട്ട് ഹാപ്പൻ ഇൻ ദ പാസ്റ്റ്. അപ്പൊ എന്താണ് ഇപ്പത്തെ ഒരു ഇതില് ഇപ്പം നിയമം എന്തായാലും നിയമം വേണോ എന്നാണ് ചോദ്യം. ഇപ്പൊ ഉണ്ടോ എന്നല്ല, ഒരു ഫോർ എക്സാമ്പിൾ ഇൻ എൻ ഐഡിയൽ സിറ്റുവേഷൻ, ആ അല്ല സിറ്റുവേഷനിൽ നിയമത്തിന്റെ ആവശ്യകത ഉണ്ടോ, കൺസിഡറിങ് അല്ല പീപ്പിൾ ആർ ഓഫ് ഓൾ ടൈപ്സ്. അല്ല അത് നമ്മള് ഗ്രൂപ്പ് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടോ, അതിന് പൊതു നിയമം ഉണ്ടായേ പറ്റും. അത് ഇടതുവശത്തൂടെ വണ്ടി ഓടിക്കണമെന്നും വലതുവശത്തൂടെ വണ്ടി ഓടിക്കണമെന്നും പഠിപ്പിക്കുന്ന സ്ഥലം തന്നെയാണ്. അമേരിക്കയിലെ അപ്പൊ അതിന്റെ വലതുവശത്തൂടെ ഓടില്ല. ബേസിസ് ശരി എന്തായിരിക്കണം? തെറ്റിന്റെ അതിന്റെ അപ്പൊ അതിന്റെ ബേസ് ഞാൻ ബേസിസ് എന്തായിരിക്കണം? ഗ്രൂപ്പിന് അതാണ് ഗ്രേറ്റർ ഗുഡ് എന്ന് പറഞ്ഞിട്ട്, നമ്മളിപ്പോ ചൈനീസ് ഫിലോസഫിയിലൊക്കെ നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് കാണാൻ പറ്റും ഗ്രേറ്റർ ഗുഡ് എന്നാണ് അതിന് പറയുന്നത്. ഓക്കെ, ആ ഗ്രേറ്റർ ഗുഡ് വേണ്ടി, എന്നാൽ സമൂഹത്തിന് വേണ്ടിയാണ് ഓരോ ആളും ജീവിക്കേണ്ടതെന്ന് പഠിപ്പിക്കുന്നതാണ് വ്യക്തി കുടുംബത്തിനും, കുടുംബം ഗ്രാമത്തിനും, ഗ്രാമം രാജ്യത്തിനും വേണ്ടി ജീവിക്കണം എന്ന് പറയുന്നതാണ് അതിന്റെ സിസ്റ്റം. ഹെറാർക്കിക്കലായിട്ടാണ് അത് പഠിച്ചിട്ടുള്ളത്. എന്നാൽ വ്യക്തികൾ ചേർന്ന് കുടുംബം ഉണ്ടാകും, കുടുംബങ്ങൾ ചേർന്ന് സമൂഹം ഉണ്ടാകും, സമൂഹങ്ങൾ ചേർന്ന് രാജ്യം ഉണ്ടാകുന്നതാണ് പഠിപ്പിക്കുന്നത്. മുകളിലായിട്ടാണ് പഠിപ്പിക്കുന്നത്, അല്ലാതെ കോൺസെൻട്രേറ്റ് സർക്കിൾ പോലെ അല്ല. ജനാധിപത്യത്തിൽ വരുമ്പോഴാണ് ഇത് സർക്കിൾ ആകുന്നത്. ഭയങ്കര ഡിഫറെന്റ് ആണത്. അപ്പൊ ഹെറാർക്കിക്കൽ സിസ്റ്റം എങ്ങനെ രൂപപ്പെട്ടു എന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മേലുകീഴുള്ള മൂല്യബോധത്തിനകത്ത് എന്ന് പറഞ്ഞാല് ഒരു ഗോത്രത്തിനെ പിടിച്ചോണ്ട് വരുമ്പോൾ അവർ രണ്ടാം തരമായി അവിടെ ജീവിക്കാൻ ബാധ്യത വരും. അത് വലിയൊരു ഇതാണ്. അങ്ങനെ മൂന്നാമത്തെ കൂട്ടരെ പിടിച്ചോണ്ട് വരുമ്പോൾ അവർ മൂന്നാമതാവും. 4, 5 കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ മേളിൽ കീഴ് പറയാൻ പറ്റാത്ത കാരണം കൊണ്ട് വ്യത്യസ്തമായ സ്ട്രീറ്റുകളിൽ ജീവിക്കുന്ന ഒരു നഗരത്തിനകത്തെ ഓരോ സ്ട്രീറ്റിലും വ്യത്യസ്തരായ ആൾക്കാർ ജീവിക്കാൻ തുടങ്ങുന്നത് അങ്ങനെയാണ്. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഹെറാർക്കിക്കൽ സൊസൈറ്റികൾ ലോകം മുഴുവനും ഉണ്ടായത്. എവിടെ കൃഷി ആരംഭിച്ചോ അവിടെ മുഴുവനും ഈ സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് നമ്മൾക്ക് ഇങ്ങനെ, ഞാൻ പറഞ്ഞത് അതിന്റെ ഡീറ്റെയിലിൽ പോയാൽ ശരിക്കും ക്ലാരിറ്റി വരും. ക്ലാരിറ്റി വരണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിലിൽ പോകണം. തീർച്ചയായിട്ടും. ആ സമയത്ത് നമ്മള് എങ്ങനെയാണ്, ഫോർ എക്സാമ്പിൾ ഗ്രേറ്റർ ഗുഡ് എന്ന് പറഞ്ഞില്ലേ, അപ്പൊ നമ്മള് ഗ്രേറ്റർ ഗുഡ് എന്ന് പറയുന്നത് ആരാണോ ഭരിക്കുന്നത്,
അല്ല, ആരാണോ ആ, ഭരിക്കുന്നവർക്കുള്ള ഗ്രേറ്റർ ഗുഡ് തന്നെയാണ് പിന്നെ എസ്റ്റാബ്ലിഷ് അതെ ചെയ്യുന്നത്. അല്ല അടിമകൾക്ക് സൊസൈറ്റിക്കല്ല. ഇപ്പൊ പ്ലേറ്റോടെ റിപ്പബ്ലിക് ഉണ്ട്, അതിനകത്ത് അടിമകളുണ്ട്. അവർക്ക് അവരെ ആരും സിറ്റിസനായിട്ട് കണ്ടിട്ടില്ല. ഉം, ഉം, അത് നമ്മൾ മനസ്സിലാക്കണം. പണ്ട് കാലത്ത് നമ്മളിപ്പോ സിറ്റിസൺ എന്നുള്ള വാക്ക് പോലും സിറ്റി സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായതാണ്. പ്ലേറ്റോയുടെ റിപ്പബ്ലിക്കും ഉണ്ട്, പക്ഷെ അവിടെ അടിമയെ പറ്റി ആരും ചർച്ച ചെയ്യത്തില്ല. യേശു ക്രിസ്തുവിന്റെ കാലത്തും അടിമകളുണ്ട്, മുഹമ്മദ് നബിയുടെ കാലത്തും അടിമകളുണ്ട്. അടിമ ഈ മനുഷ്യരാണെന്ന് ഇവരാരും കണ്ടിട്ടില്ല. അത് ഉം. വലിയൊരു പ്രശ്നമാണ്. ഇത് നമ്മൾ അറിയേണ്ടത്. അടിമ കച്ചവടം നടക്കുന്നുണ്ട് അവിടെ എല്ലാം. ഉവ്വ് ഉവ്വ്. അടിമ കച്ചവടം നടക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ ഈ മനുഷ്യരെന്ന് പറയുന്നത്, നമ്മളെന്ന് പറയുന്നത് ഈ ഗോ ഈ ഗോത്രത്തിന്റെ യുക്തിക്കകത്തേക്കുള്ളൂ, അല്ലാതെ മനസ്സിലായി. എല്ലാവരും ഇല്ല. ആ അപ്പൊ ഗോത്രത്തിലെ യേശുക്രിസ്തു തന്നെ ഭരിക്കുന്നവരുടെ യുക്തിക്ക് അല്ലേ? ഭരിക്കുന്നവരുടെ യുക്തി. അപ്പൊ യേശുക്രിസ്തു പറയത്തില്ലേ, പേഗന്മാരെ പോലെ പ്രാർത്ഥിക്കരുതെന്ന് പറയും. അപ്പോഴാണ് നമ്മൾ ശരിക്കും മനുഷ്യരെന്ന് പറയുന്ന സാധനമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്റ്റേറ്റ്മെന്റ് വരുന്നത് നമുക്ക് അപ്പോഴേ കാണാനൊക്കത്തുള്ളൂ. ഉം. അല്ലെങ്കിൽ കൂട്ടത്തിൽ കൊള്ളാവുന്ന ഒരുത്തനാണ് യേശുക്രിസ്തു. പക്ഷേ സൂക്ഷ്മമായിട്ട് നമുക്ക് നോക്കുമ്പോഴേ ഇതൊക്കെ കാണാനൊക്കത്തുള്ളൂ. ഈ പറയുന്ന ഹെറാർക്കിക്കലായ സിസ്റ്റത്തിനകത്ത് എല്ലാവരും വരുന്നില്ല. ഉം, ഉം, ഉം. ദൈവത്തിനെ പറ്റി പറയും, ദൈവമാണ് എല്ലാവരും ഉണ്ടാക്കിയെന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ഈ കാണുന്ന അടിമകളാരും ദൈവത്തിന്റെ സൃഷ്ടിയല്ല. ഇന്ത്യക്കാരനാണെന്നുണ്ടെങ്കിൽ കാലേന്നുണ്ടായവനും തൊടയെന്നുണ്ടായവനും തോളയെന്നുണ്ടായവനും വായുന്നുണ്ടായവനായിട്ട് ഹെറാർക്കി ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരെ മുഴുവൻ പഞ്ചമരം എന്ന് പറഞ്ഞ് പുറത്ത് കളയുക കൂടെ ചെയ്തു. ഇതിനകത്ത് എണ്ണി വെക്കാൻ പറ്റത്തില്ല, അത്രയും വന്നപ്പം. ഇതൊക്കെ നമ്മൾ കാണണം. ഇങ്ങനെ ഓരോ സിസ്റ്റത്തിനകത്തും ഹെറാർക്കിക്കലായിട്ട് എങ്ങനെയാണ് ഇത് രൂപപ്പെട്ടതെന്നും ഈ വാല്യൂ സിസ്റ്റങ്ങൾ എങ്ങനെ വന്നു എന്നുള്ള കാര്യം നമ്മൾ പഠിക്കുമ്പോഴേ നമ്മൾ ഈ കാണുന്ന വ്യത്യാസം ഇന്ന് നമ്മൾ കാണാം. ഇപ്പൊ നേരത്തെ നിങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ഈ മൊണോഗമി എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടും ഫാക്ടറിയോട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ഈ പറയുന്ന ന്യൂക്ലിയർ ഫാമിലി ഉണ്ടാകുന്നത്. അത് അവര് ഈ ക്വാർട്ടേഴ്സ് ഉണ്ടാക്കുന്നതിന് ചെലവ് കൂടുതലാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിന്റെ നമ്പർ കുറച്ചാണ് അമ്മയെ അച്ഛനെ പോലും കൊണ്ടുവരാൻ പറ്റാതായി പോകുന്നത്. അത് നമ്മൾ അങ്ങനെ തന്നെ പഠിച്ചാലേ അത് മനസ്സിലാവുള്ളൂ എവിടെയാണ്. അപ്പൊ കാർഷിക കുടുംബങ്ങളിനകത്ത് ഇപ്പോഴും ഇഷ്ടം പോലെ ബന്ധുക്കളുണ്ട്. ഇപ്പൊ നമ്മളെ പോലുള്ള കാർഷിക വൃത്തി കൂടുതൽ നിൽക്കുന്ന സമൂഹത്തിനകത്ത് ഈ കൂട്ടുകുടുംബം ഇഷ്ടം പോലെ ഉണ്ടാവും. അതേ സമയത്ത് വ്യവസായം വികസിച്ച സമൂഹത്തിനകത്തോട്ട് എത്തിയപ്പോഴത്തേന് ന്യൂക്ലിയർ ഫാമിലി കൂടുതലുണ്ടാവും. ഇന്ന് നമുക്ക് ന്യൂക്ലിയർ ഫാമിലിയും കഴിഞ്ഞ് ഇന്ന് ബ്ലെൻഡഡ് ഫാമിലിയാണ് ഉള്ളത്. എന്ന് പറഞ്ഞാൽ കുഞ്ഞുമായിട്ട് വരുന്ന ഒരു സ്ത്രീയും കുഞ്ഞുമായിട്ട് വരുന്ന ഒരു പുരുഷനും കൂടെ ചേർന്നിട്ടുണ്ടാകുന്ന ഫാമിലി ഉണ്ടാകുന്നിടത്ത് എത്തിക്കഴിഞ്ഞത്. അതിനെ ബ്ലെൻഡഡ് ഫാമിലി എന്ന് പറയുന്നത്. അപ്പൊ ഈ തരത്തിലെ ആദ്യകാലത്തെ ഗോത്രം, അത് കഴിഞ്ഞിട്ട് കൃഷി കുടുംബം എന്ന് പറയുന്നതാണ് കൂട്ടുകുടുംബം എന്ന് പറയുന്നത്. കൂട്ടുകുടുംബത്തിനകത്ത് എക്സ്റ്റൻഡഡ് ഫാമിലി ഉണ്ട്, ഈ ബന്ധുക്കളുടേതായ സാധനം. അപ്പൊ അങ്ങനെ നമ്മളിതൊക്കെ മനസ്സിലാക്കണം, എങ്ങനെയാണ് ഈ വാല്യൂസ് ഫോർമേഷൻ രൂപപ്പെട്ടു വന്ന്. അത് കഴിഞ്ഞിട്ട് ഫാക്ടറി വരുമ്പോൾ ന്യൂക്ലിയർ ഫാമിലി ശരിക്കും മുതലാളിമാരുണ്ടാക്കിയതാ. അവര് ഈ പാവം പിടിച്ച ജോലിക്കാരെ മുഴുവനും വീട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആദ്യം ഇവര് 10-15 പേരുമായിട്ടാണ് വരുന്നത്. കസിൻസും ഒക്കെ കാണുക. അപ്പൊ ഒരാൾക്ക് ജോലി കൊടുക്കുന്നതിന് വേണ്ടി ഇത്രയും പേരെ നോക്കാൻ പറ്റത്തില്ലെന്ന് അവര് കണ്ടുപിടിച്ചപ്പോ പതുക്കെ അവര് മുറി കുറച്ച് 2 മുറി ആക്കി കൊടുത്തപ്പോഴാണ് മക്കളും അമ്മയും അച്ഛനും മാത്രമായിട്ട് വരുന്ന ഫാമിലി രൂപപ്പെടുന്നത്. ഭയങ്കര ലോകത്തിലെ ഏറ്റവും മിസറബിൾ ഫാമിലിയാണ് ഈ ന്യൂക്ലിയർ ഫാമിലി. അവരെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് ക്രഷേ വേണം, ബേബി സിറ്റർ വേണം, സ്കൂള് വേണം, സകല സാധനം. അതാനും അവരെ പിരിക്കാൻ വേണ്ടി കോടതിയും കൂടെ വേണം. ഇത്രയും സാധനം വേണ്ടി വന്നു ഈ പാർട്ടി. ഈ മോണോഗമി നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അത് കൗൺസിലേഴ്സ് തൊട്ട് സകല പോലീസുകാരും എല്ലാം വേണം. അതേ സമയത്ത് കൂട്ടുകുടുംബത്തിനകത്ത് ധാരാളം കൗൺസിലിംഗ് ഈ ആൾക്കാർ തമ്മിൽ ചെയ്യും. അവര് അതുപോലെ തന്നെ കുഞ്ഞിനെ വളർത്തുന്നിടത്തൊക്കെ ഒത്തിരി കൈ വരും. ഗോത്രത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു അമ്മ പ്രസവിച്ച ആ കുഞ്ഞിനെ വേറെ എല്ലാവരും മുല കൊടുക്കും. ഒരു കൂട്ടത്തിലായിരുന്നു കുട്ടി വളരുന്നത്. പക്ഷേ ഈ ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നതാണ്. സോറി, നമ്മുടെ ഫ്യൂച്ചറിൽ നോക്കുമ്പോ ആണെങ്കിൽ ഇപ്പൊ ന്യൂക്ലിയർ ഫാമിലി ആ സ്ട്രക്ചർ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ചെറിയ ഫാമിലി, അതിന്റെ മുകളിൽ ഒരു ഡിസ്ട്രിക്ട്, എന്താ സിറ്റി, കൺട്രി, വേൾഡ്, ആ ഹൈറാർക്കി നോക്കുവാണെങ്കിൽ ആ ഹൈറാർക്കിയിലും ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ മോറൽ റിലേറ്റിവിറ്റി ഇല്ലേ. ഫോർ എക്സാമ്പിൾ ഈ സ്ഥലത്തുള്ള മോറൽസ് വേറൊരു സ്ഥലത്ത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ നമ്മുടെ ലോകം ഓവർ ദ ടൈം ഒരു യൂണിഫോമിറ്റിയിലോട്ടാണല്ലോ പോകുന്നത്. ലൈക്ക് ഫോർ ബോർഡേഴ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് എവറിബഡി ഈസ് മൂവിങ് ഫ്രം എ ഗോത്രം സെറ്റപ്പ് ടു ഒരു വൈഡർ സെറ്റപ്പ്. ഫോർ എക്സാമ്പിൾ യു കൻ ട്രാവൽ ടു അതർ പ്ലേസസ്. പിന്നെ ഒരു വലിയൊരു യൂണിയൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ യൂണിയൻ,
യൂറോപ്യൻ യൂണിയൻ, USA, എല്ലാ ഗ്രൂപ്പ് ഓഫ് ഡിഫറെന്റ് പ്ലേസസ് കമ്മിങ് ടുഗദർ, റൈറ്റ്? അപ്പൊ ആ ഒരു സംഭവത്തില് ലോകം യൂണിഫോം ആയിക്കൊണ്ടിരിക്കുന്ന സമയത്തില് മോറൽ റിലേറ്റീവ്സും ഉണ്ടല്ലോ, ഓരോ സ്ഥലത്ത് മോറൽസ് ഭയങ്കര ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ ഫ്യൂച്ചറിലോട്ട് നോക്കുവാണെങ്കിൽ ഒരു ഗ്ലോബൽ മോറൽസ് അല്ലെങ്കിൽ ഗ്ലോബൽ ലോ പോസിബിൾ ആണോ ഇൻ ദ അത് ഫ്യൂച്ചർ? മേ ബി നോട്ട് നമ്മളിപ്പോ നൗ. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ലോ ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ലേബർ ലോ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഈ തരത്തിലുള്ള എന്ന് പറഞ്ഞാൽ ഇപ്പം ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് മറ്റേ സിവിൽ റൈറ്റ്സ് ആയിരുന്നു പണ്ട് നമുക്ക് എല്ലാ രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു. അതിനെ കോർഡിനേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. കഴിഞ്ഞാല് ഭരണവ്യവസ്ഥ ജനാധിപത്യത്തിന് എലക്ട് ചെയ്തവര് തന്നെ അവരുടെ സ്വന്തം ജനതയോട് മോശമായിട്ട് പെരുമാറിയപ്പോഴാണ് നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നത്. അപ്പൊ അത് നമ്മൾ ഇതുപോലെ അറിയേണ്ടത്. അപ്പൊ ഒരു ഏകോപനം നമ്മൾ പറഞ്ഞോ പറയാതെയോ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ യുദ്ധ കുറ്റവാളികൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒക്കെ ഇല്ലേ, വാർ ക്രിമിനൽസ് എന്ന് പറയുന്നതൊന്നും പണ്ട് ചിന്തയ്ക്ക് പോലും ആർക്കും അറിഞ്ഞൂടാത്ത കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ നമ്മള് അതെന്താ എന്നാ അതാണ് പണ്ടില്ലാത്ത. ധർമ്മയുദ്ധം എന്ന് പറഞ്ഞ് ധർമ്മയുദ്ധം എന്ന് പറഞ്ഞ് മഹാഭാരതത്തിന് പറയുന്നുണ്ട്. അത് തരക്കാര് തമ്മിലുള്ള യുദ്ധങ്ങളാണ്. കാര്യം ഈ ഗോത്രത്തിനകത്തെ നേതാക്കന്മാര് തമ്മിലെ യുദ്ധം ചെയ്യത്തുള്ളൂ. അവിടെ പറയുന്ന സാധനങ്ങൾ ഒന്നും അല്ല നമ്മൾ ഇന്ന് പറയുന്ന ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നതും വാറിന്റെ ക്രൈമിനെ പറ്റിയൊക്കെ നമ്മൾ പറയുന്നത്. പൊതുവായി മനുഷ്യരെ പറ്റിയുള്ള സങ്കല്പം അത് UN ഒക്കെ ഉണ്ടാകുന്നതുകൊണ്ടാണ് രൂപപ്പെടുന്നത്. അതൊരു പ്രോസസ്സ് എന്നുള്ള നിലവാരത്തിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ അതേ സമയത്ത് തന്നെ നമ്മൾ അറിയേണ്ടതുണ്ട്, സവിശേഷമായി ആളുകൾ വ്യത്യസ്തമായി നിൽക്കുന്നുണ്ടെന്നും ഒരാളെ പോലെ ഒരാൾ ലോകത്തില്ലെന്നുള്ള അറിവും നമുക്ക് ഒരേ സമയത്ത് ഉണ്ടാകുന്നു. അപ്പൊ അത് കാരണം കൊണ്ട് ഏകോപനം നടക്കുമ്പോൾ തന്നെയും വളരെ കൃത്യമായ വ്യക്തികളുള്ള സമൂഹത്തിന്റെ കൂട്ടായ്മ തന്നെ ഉണ്ടാകും. പണ്ടങ്ങനെയല്ല, ഒരു കൂട്ടം ആൾക്കാരുടെ ലോ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിന് പകരം ഇൻഡിവിജ്വൽ റൈറ്റ്സ് ഉള്ള ആധുനിക സമൂഹം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്കൊരു പാസ്പോർട്ടുമായിട്ട് ഇപ്പൊ എല്ലായിടും പോകാൻ പറ്റുന്നത്. പണ്ട് അങ്ങനെയൊന്നും പറ്റത്തില്ല. ഒരാള് മാർക്കോ പോളോ പോയതോ അല്ലെന്നുണ്ടെങ്കിൽ ഇബിൻ ബത്തുത്വ പോയതോ അല്ലെന്നുണ്ടെങ്കിൽ ഫാഹിയാൻ വന്നതൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമൊക്കെ പറയുന്നത് ലക്ഷത്തിൽ ഒരാളാണ് ഇങ്ങനെ വരുന്നത്. ഇന്നങ്ങനെയല്ല. നമുക്ക് വ്യക്തികളുണ്ടായി ട്രാവൽ ചെയ്യാൻ പറ്റുന്ന, അവർ പ്രൊട്ടക്റ്റഡ് ആയിട്ട് തീരുന്ന സ്ഥലങ്ങൾ, അന്യരാജ്യത്ത് പ്രൊട്ടക്ഷൻ കിട്ടും. അതൊക്കെ ഈ പറയുന്ന ഏകോപനം നടന്നുകൊണ്ടിരിക്കുന്ന ലോകമാണ്. ഇപ്പൊ ഇന്റർനെറ്റ് വന്ന സമയത്ത് പെട്ടെന്നാണ് നമ്മൾ സാധാരണക്കാരുമായിട്ട് പരസ്പരം സംസാരിക്കുന്നിടത്ത് എത്തിയത്. പണ്ട് അങ്ങനെ കഴിയില്ല. എല്ലാം മോണിറ്റർ ചെയ്ത് എഡിറ്റ് ചെയ്ത് പത്രത്തിനകത്തൂടെയും ടെലിവിഷനകത്തൂടെയും തരുന്ന മാത്രമേ നമുക്ക് ഇൻഫർമേഷൻ കിട്ടത്തുപോലുള്ളൂ. ഇപ്പൊ നമുക്കറിയാം ഗവൺമെന്റുകൾ കള്ളം പറയുന്നു എന്നുള്ള കാര്യം ഒരു ദിവസം കൊണ്ട് തന്നെ കണ്ടുപിടിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഒരു പ്രോസസ്സാണ്. എപ്പോഴെങ്കിലും പെട്ടെന്ന് തീരും, ശരിയാകും എന്നൊന്നും ഞാൻ പറയുമല്ല. പക്ഷെ ഒരു വലിയ പ്രോസസ്സ് ഏകോപനം നടക്കുന്നുണ്ട്. ഒപ്പം തന്നെയാണ് ഓരോ വ്യക്തിയും പ്രധാനമാണ് എന്ന് പറയുന്ന സാധനം. അപ്പൊ അത് കൊണ്ട് ഇൻഡിവിജ്വൽ റൈറ്റ് എന്ന് പറയുന്ന സാധനത്തിന് വളരെ മുന്നേ. അതുകൊണ്ടാണ് ഒരു വോട്ട് കൊടുക്കുന്ന മനുഷ്യരുണ്ടായത്. ഇലക്ഷൻ ഉണ്ടാകണമെന്ന് പറയുന്നത്. നമ്മൾ ഈ അവസാനത്തെ രാജാക്കന്മാരെയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്, സൗദി അറേബ്യയിലും അവിടെ ഉള്ളവര്. അതേ സമയത്ത് രാജാവിന്റെ സിസ്റ്റങ്ങൾ മാറാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് അമേരിക്കയിലൊക്കെ ആണെന്ന് പറഞ്ഞാലും ഇംഗ്ലണ്ടിലെന്ന് പറയുന്നതൊക്കെ പ്രാകൃത രാജ്യങ്ങൾ തന്നെയാണ്. അവിടുത്തെ ആ ഹെറാർക്കി അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടാണ്. അതുകൊണ്ട് ഈ എലക്ട് ചെയ്തെടുത്താലൊന്നും രാജാവിനെ പോലെയുള്ള നേതാക്കന്മാരെ ഉണ്ടാകത്തുള്ളൂ. അത് നമ്മുടെ നാട്ടിലും ഒക്കെ ആ പ്രശ്നമുണ്ട്. അപ്പം ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്ന സാധനവും കൂടെ നടക്കേണ്ടത്. കോൺഷ്യസ് ആക്ടേഴ്സ് ആകുന്ന സ്ഥലങ്ങൾ, ഇതൊക്കെ വലിയ പ്രോസസ്സുകളാണ്. ഞാൻ എന്റെ ജീവിതത്തിനകത്തൊക്കെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചത്തുപോകത്തേ ഉള്ളൂ എന്ന് എനിക്കറിയാം. അല്ലാതെ മനുഷ്യ കുലം വെച്ചിട്ട്, മനുഷ്യന്റെ ചരിത്രം വെച്ചിട്ട് പരിശോധിക്കണം. ഒരു 200 വർഷം കൊണ്ടാണ് നമ്മൾ ഈ തുല്യതയെ പറ്റിയൊക്കെ സംസാരിക്കുന്നത്. ആ കാര്യം ഇന്ന് മനുഷ്യർക്ക് അങ്ങനെയാണ്. വ്യത്യസ്തതകൾ ഇല്ലാതാക്കുന്ന തുല്യതയല്ല. അതിനാണ് പഴയ യൂണിഫോമിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മളെല്ലാം സ്കൂളിലെല്ലാം യൂണിഫോം ഇടുന്ന. ഈ വ്യത്യസ്തതകളെല്ലാം ഇല്ലാതാക്കി എല്ലാവരും ഒന്നുപോലെ ആക്കാൻ പറ്റും. അങ്ങനെയല്ല ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് അങ്ങനെയല്ല. റോബർട്സിനെ ഉണ്ടാക്കുന്നതിനായിരുന്നു നമ്മൾ ശ്രമിച്ചത്. മുട്ടുസൂചി പോലെ ഒന്നിനു പകരം ഒന്നാ. അത് പട്ടാളത്തിന്റെ യുക്തിയാ. അപ്പൊ ആ നിലവാരത്തിൽ നിന്ന് മാറി വ്യത്യസ്തതകളെ നിലനിർത്തിക്കൊണ്ട് തന്നെ അവകാശങ്ങൾ ഉണ്ടാകുന്ന ആളുകളെ ഉണ്ടാക്കുന്ന സ്ഥലത്താണ് നമ്മൾ ഇന്ന് തോട്ടിനകത്ത് നിൽക്കുന്നത്. പക്ഷെ ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ഒരു 100 വർഷം 200 വർഷം ഗോത്രങ്ങളും ഇപ്പോഴും ഉണ്ട്,
ഹണ്ടർ ഗാദറേഴ്സ് വരെയുള്ള കാലത്താണ്. അല്ലാതെ എല്ലാവരും കൂടെ മനുഷ്യരായെന്ന്, എല്ലാവരും കൃഷിക്കാരായെന്ന്, എല്ലാവരും വ്യവസായവൽകൃതമായ സമൂഹമായെന്നൊക്കെ നമ്മൾ വെറുതെ ഇങ്ങനെ തെറ്റിദ്ധരിക്കും. ഇടയ്ക്ക് വെച്ച് അങ്ങനെ തോന്നിപ്പോവും. ഇപ്പൊ ഇന്ത്യയിലെ ജനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അവിടെ കാട്ടി കിടക്കുന്ന മനുഷ്യരുണ്ട്, അവർ ഇന്ത്യ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലുമില്ല. അപ്പോഴാ ആ ആളുകൾ സഹിതം ഉള്ളവരും കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു സങ്കീർണ പ്രശ്നമാണ് ഇയാൾ ഈ പറയുന്നതൊക്കെ. നമ്മൾ പലപ്പോഴും ഈ വികസിച്ച സമൂഹങ്ങളിൽ ഇരിക്കുമ്പോൾ അതാണ് ലോകം ഒന്ന് തെറ്റിദ്ധരിച്ചു പോകും. അങ്ങനെയല്ല. ശരിയാ. ഈ പറയുന്ന ഇന്നും രാജ്യം പോലും ഉണ്ടായിട്ടില്ലാത്ത, നമ്മളിപ്പോ ആഫ്രിക്കയിലെ ബുഷ്മെന്നെ എടുത്താൽ മതി. അവര് വേറെയാണ്, അവർക്ക് ഇതുവരെ രാജ്യമൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ ഇന്യൂറ്റ്സ്, എസ്കിമോ എന്ന് നമ്മൾ പണ്ട് വിളിച്ചിരുന്നവര്, അവരൊക്കെ വേറെയാണ്. മറ്റേത് എന്തൊരു ബുഷ്മെൻ എന്നല്ല ഇന്ന് പറയുന്ന അവരുടെ പേര്, എന്തൊരു ഹാൻസന, ഇങ്ങനെ കണ്ട ആ പേര് മറന്നുപോയി. അപ്പൊ അങ്ങനത്തെ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളിപ്പോ പാപ്പ ന്യൂ ഗിനിയയിലെ വളരെ പ്രിമിറ്റീവായ ആൾക്കാരുണ്ട്. നമ്മുടെ ഇവിടെ ഇന്ത്യയിലെ ആൻഡമാനിലുണ്ട്. അവരൊന്നും രാജ്യം ഉണ്ടായതായിട്ടൊന്നും പോയിട്ട് എന്തിനാണ് കൃഷി തന്നെ കണ്ടുപിടിച്ചിട്ടില്ലാത്തവരാ. ഇവരും എല്ലാം കൂടെ ചേർന്നിട്ട് വേണം നമ്മൾ ഈ മനുഷ്യരെ പറ്റിയൊക്കെ പറയാൻ. ഇതൊക്കെ അങ്ങ് മറന്നു പോയിട്ട് നമ്മൾ ഈ യൂറോപ്പിൽ ഇരുന്നിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലൊക്കെ ഇരുന്നിട്ട് ലോകം ഇതാണെന്ന്, നമ്മൾ മണ്ടന്മാരായ പഴയ ലോകം, ഈ ഭൂപാലകരെന്നായിരുന്നു പണ്ട് രാജാക്കന്മാരെ വിളിക്കുന്നത്. ഭൂമിയുടെ ഉടമസ്ഥൻ എന്നാണ്. ഏതാ ഭൂമിയാന്ന് ചോദിച്ചാൽ കാണുന്ന ദൂരത്തിലുള്ള ഒരു ഭൂമിയാണ് അവന്റെ ഭൂമി. അങ്ങനെയായിരുന്നു. അതൊക്കെ ഇതുപോലെ നമ്മൾ അറിയണം. അതുകൊണ്ട് ഈ ഏകോപനം അടുത്ത ഒരു 100 വർഷം കൊണ്ടോ 150 വർഷമോ 200 വർഷമോ ഒക്കെ എടുക്കും. പക്ഷെ ഏകോപനം ഉണ്ടായി കഴിഞ്ഞാലും അതെ, അതിലേക്ക് വരാനുണ്ട്. അതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഒരു 5 മിനിറ്റിൽ ഈ കോളും എൻഡ് ആവുന്നതായിരിക്കും. തീരണം. ഇത്രയും സമയമുണ്ടോ ഒരു മീറ്റിംഗിലൂടെ ഓണാക്കി ഇടറ്റായിരുന്നു? അല്ലല്ല, അത് വേണ്ട. എന്റെ എല്ലാം ഞാൻ രാവിലെ തൊട്ട് മിണ്ടുന്ന, എന്നോട് കരുണയൊക്കെ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. ഞാൻ കിടന്ന് ഉറങ്ങുകയൊക്കെ വേണം. അയ്യോ സോറി. ഒരു മനുഷ്യനാവുമ്പോൾ ഉറങ്ങേണ്ടതല്ലേ? അല്ല, ആസ്ട്രേലിയക്കാർ ഉണരാൻ തുടങ്ങും. അത് കഴിഞ്ഞാൽ പിന്നെ അവർ വിളിച്ചു തുടങ്ങും. നിങ്ങളിപ്പോ UK ഇരുന്നിട്ട് വിളിക്കുന്നവരും, അത് കഴിഞ്ഞിട്ട് ഈ കാനഡക്കാരാണ് 1 മണിക്ക് വിളിക്കുന്നത്. അതും കൂടെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഉറങ്ങുന്നത്. അപ്പൊ അതൊക്കെ കൊണ്ട് അതും കൂടെ ഒക്കെ ഓർത്തോണം. ഇടയ്ക്ക് തന്നെ ആളുകൾ ഇങ്ങനെ പറയുമ്പോ അങ്ങ് ഞാനാണെങ്കിൽ പറഞ്ഞു തുടങ്ങിയാൽ നിർത്തത്തുമില്ല. നമ്മൾ ഈ പറഞ്ഞാൽ ഇത് എൻജോയ് ചെയ്ത് ജീവിതം അറിയാൻ നമ്മൾ ഇങ്ങനെ പറയുന്നതല്ല, മനസ്സിലാക്കിയ കാര്യങ്ങളും പങ്കുവെക്കാനുള്ള രസം കൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അത് ഇവിടെ അറിയണം. അപ്പൊ ഞാൻ ഈ പറയുന്നത്, നമ്മുടെ ഈ യോജിപ്പിന്റെ ലോകത്തിനെ പറ്റി നമ്മൾ ഈ പറയുന്ന നിയമം, അതുപോലെ തന്നെ ഒരു മോറൽ എത്തിക്കൽ, അതാണ് എത്തിക്സ് ആണ് നമ്മൾ പറയുന്നത്, മോറൽ എന്നല്ല പറയുന്നത്. എത്തിക്കൽ ആയിട്ടുള്ള ഒരു ബേസിസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അടുത്ത ഒരു 100-150 വർഷമെങ്കിലും വേണ്ടി വരും. ഈ ആധുനിക സാങ്കേതിക വിദ്യയുടെ വികാസം കൊണ്ടാണ് ഈ മനുഷ്യര്, മറ്റേത് 1000 വർഷം കൊണ്ട് നടന്നിരുന്ന പ്രോസസ്സുകളാണ്. അതൊക്കെ നമുക്ക് ഒരു തലമുറ കൊണ്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ പാപ്പ ന്യൂ ഗിനിയയിലുള്ള ഹണ്ടർ ഗാദറേഴ്സ് ഒക്കെ പെട്ടെന്ന് ഒരു തലമുറ കൊണ്ട് തന്നെ നമ്മളോടൊപ്പം എത്തും. ഇതിലെ പറഞ്ഞ പോലെ ഇന്റർനെറ്റ് ഉള്ളത് കാരണം കൊണ്ടും ലോകത്തിനകത്ത് ഇഷ്ടംപോലെ റിസർച്ചുകൾ നടക്കുന്നത് നമ്മൾ പോയി നോക്കി ഈ പറയുന്നതിനെ കോർത്തിണക്കി മനസ്സിലാക്കേണ്ട ഒരു സ്ഥലമുണ്ട്. അതാണ് നമുക്ക് ഈ ആളുകളുടെ ഇടയിൽ ഇല്ലാത്തത്. Anyway, thank you so much, Maitreyan. It was such a thought-provoking 2 hours which we had. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒരുപാട് തോട്ട് പ്രോസസ് ബെറ്റർ ആക്കാനും പറ്റി. എനിക്ക് തോന്നുന്നു ഇനി നമ്മൾ ലൈക്ക് വി നീഡ് ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ് അ ലോട്ട്. അപ്പൊ അതിനകത്താണ് കുറച്ചും കൂടെ സംഭവം ഇരിക്കുന്നത്. Anyway, the full it's all recorded. അപ്പൊ like we have to go through this recording. എനിക്കും കുറച്ച് കാര്യങ്ങൾ കേൾക്കണം എന്നുണ്ട് ആക്ച്വലി. അപ്പൊ ഞാൻ പിന്നെ കോളിന്റെ ഇടയിൽ. Anyway, thank you so much. Thank you so much. We'll definitely catch up later. Okay. Thank you. Bye. Thank you. Take care. Good night.